നമ്മൾ ഇങ്ങനെ തിരുവല്ലയിൽ വന്നിരിക്കുന്ന തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലാണ് നമ്മളിപ്പോഴുള്ളത്. കുറേ വിദ്യാർത്ഥികളൊക്കെ നമ്മെ കാത്തിരിക്കുന്നു. എൻ്റെ CEO ഡോക്ടർ ഫിലിപ്പ് അയ്യപ്പള്ളി നമുക്കുണ്ട്, അതുപോലെ പ്രമോദ് നാരായണൻ MLA ഉണ്ട്. ഓക്കെ, റാന്നിയിലൊക്കെ എല്ലാവർക്കും സുഖം കരുതുന്നു. പുഷ്പഗിരിയിലേക്ക് സ്വാഗതം. അതെ, 24ന്റെ ഈ ലഹരിക്കെതിരെയുള്ള യുദ്ധത്തിൽ ഞങ്ങളും പുഷ്പഗിരിയും സാറിനോടൊപ്പം ഉണ്ട്. അതെ അതെ അതെ, കയ്യും മെയ്യും കയ്യും മെയ്യും ഈ 3 ജില്ലകളിലൂടെ നമുക്ക് കിട്ടിയ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വളരെ സ്പ്രെഡായി കഴിഞ്ഞു. വളരെ 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 ഒരു സിറ്റുവേഷൻ ആണിത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇതിനെക്കുറിച്ച് ബോധവാന്മാരായിട്ട് ഇതിനെതിരെ പോരാടിയില്ലെങ്കിൽ നമ്മളൊരു തലമുറ നഷ്ടപ്പെട്ടു പോകുന്നത് വളരെ സ്പഷ്ടമാണ്. അതുകൊണ്ട് ഈ ഉദ്യമത്തിന് ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ ഞങ്ങളുണ്ട്. സന്തോഷം. നമ്മുടെ റാന്നിയുടെ ചെറുപ്പക്കാരന്റെ ത്രസിപ്പുള്ള നമ്മുടെ MLA അല്ലേ പ്രമോദ് നാരായണൻ. പ്രമോദിന് എന്താ പറയാനുള്ള? പ്രമോദ് സർ, ഒന്ന് ലഹരിക്കെതിരായിട്ടുള്ള ഒരു മുന്നേറ്റം, ആ മുന്നേറ്റം കേരളം ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ സാമൂഹ്യ ദൗത്യമാണ്. അതില് MLA എന്ന തരത്തിൽ റാന്നി ഇനിഷ്യേറ്റീവ് അഗൻസ്റ്റ് നർക്കോട്ടിക്സ് റെയിൻ എന്ന പേരിൽ ഈ അഴുക്കുകളെ തുടച്ചു നീക്കുക എന്നർത്ഥം ജലം, മഴ എന്നർത്ഥം വരുന്നൊരു പ്രോഗ്രാം നമ്മൾ ഏറ്റെടുത്തിരുന്നു. വളരെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. MLA എന്ന തരത്തിൽ എനിക്ക് തന്നെ ആശങ്ക തോന്നുന്നതാണ്. അപ്പൊ ഞങ്ങളുടെ എല്ലാം ശ്രമങ്ങളെ ഏകോപിതമാക്കാൻ, അതിന് ഉണർവ് പകരാൻ തീർച്ചയായിട്ടും അങ്ങയുടെ ഈ ഒരു യാത്ര, അത് മാധ്യമരംഗത്ത് 40 വർഷം എത്തുമ്പോൾ അതിന് ഇത്തരത്തിലേക്ക് ആക്കിയ ഒരു യാത്ര, ഒരു കേരള യാത്ര, അത് വലിയ തരത്തിൽ ഗവൺമെന്റിനെ മാത്രമല്ല ഓരോ കുടുംബങ്ങളെയും അത് ഉണർവ് പകരുന്നതാണ്. എനിക്കൊരു ഉറപ്പുണ്ട്. അതിനെല്ലാ ഭാവുകങ്ങളും പ്രത്യേകം നേരുകയാണ്. എന്തായാലും നമ്മൾ കോളേജിനകത്ത് വന്നു കഴിഞ്ഞു. ഒരുപാട് കുട്ടികൾ നഴ്സിംഗിന്റെയും ഫാർമസിയുടെയും മെഡിക്കൽ സ്റ്റുഡൻസും ഒക്കെ നമ്മളെ കാത്തിരിക്കുകയാണ്. ഹായ് ഹായ് ഹായ്. രണ്ടാമത്തെ ഹായ് നമ്മുടെ ഇതിനു വേണ്ടിയുള്ളതാണ് കേട്ടോ. ഓക്കെ, വളരെ സന്തോഷം. പ്രമോദ് നാരായണൻ MLA. വെരി ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. കുറച്ചുകൂടെ ശബ്ദത്തിൽ വെരി ഗുഡ് ഈവനിങ്. നിങ്ങളെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ, അതോടൊപ്പം ശ്രീകണ്ഠൻ സാറിൻ്റെ ഈ ഒരു വലിയ മാധ്യമരംഗത്ത് 40 വർഷം പൂർത്തീകരിച്ച SKN@40 ആ ഒരു യാത്ര കേരളം ഏറ്റെടുക്കേണ്ട ലഹരിക്കെതിരായിട്ടുള്ള ഒരു വലിയ സാമൂഹ്യ മാറ്റത്തിന് ഉണർവ് പകരുന്ന ഒന്നായി മാറുന്നു എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ശ്രീകണ്ഠൻ സാറിനെ കുറിച്ചൊരു വാക്ക് പറയാതിരിക്കാനാവില്ല. പ്രായമാകുന്നേയില്ല. മനോഹരമായൊരു കവിതയുണ്ട്. ആളുകൾ കണ്ടുകണ്ടാണ് പുഴ കടലാകുന്നത്, കഥ ഇതിഹാസമാകുന്നത്. നിത്യഹരിത നായകനായി അങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ആദ്യമായി കാണുന്നത്, ഞാൻ വളരെ ചെറുതായിരുന്നപ്പോൾ, ഞാൻ ചെറുതായിരുന്നു എന്ന് പറയുന്ന ഭൂതകാല പ്രയോഗത്തിന് വലിയ പ്രസക്തിയില്ല, ഇപ്പോഴും ചെറുതാണ്. ആകാശവാണിയുടെ പടികടന്നെത്തി ജസ്റ്റ് എ മിനിറ്റ് എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഒരു നിമിഷം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ, ഒറ്റ മിനിറ്റിൽ പറയണം. വാക്കുകൾ ആവർത്തിക്കരുത്, വാക്കുകളുടെ മനോഹരമായ ആ ഒരു പ്രവാഹം മുറിയരുത്, വ്യാകരണപ്പിഴവ് പാടില്ല, ഇംഗ്ലീഷ് പാടില്ല, എല്ലാമായിരുന്നു. മുക്കരുത്, മൂളരുത്, മുറുങ്ങരുത്. അങ്ങനെയാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ടെസ്റ്റ് നടത്താവുന്ന. നിങ്ങൾക്ക് മലയാളം പറയാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പോകുന്നതിന് മുമ്പ് നമുക്കൊരു സാമ്പിൾ ടെസ്റ്റ് നടത്താം. നിങ്ങൾ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടെസ്റ്റിൽ വിജയിക്കുന്ന ആൾക്കാർക്ക് 500 കോടി വാല്യുവേഷൻ മതിക്കുന്ന ഒരു സാധനം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. 500 crores. ഞെട്ടരുത്, CEO ഞെട്ടരുത്. ഫാദർ ഫിലിപ്പ് അയ്യപ്പള്ളിയിൽ ഞെട്ടി. ഓൾ മെഡിക്കൽ കോളേജിൻ്റെ പകുതി വിലക്കുള്ള സംഭവം നമ്മുടെ കയ്യിലുണ്ടെന്ന് അല്ലേ? 500 കോടി. അത് പ്രമോദിന് ഒരു സസ്പെൻസ് ആയിരിക്കും. അപ്പം ഞാനത് പൂർത്തീകരിക്കാൻ ആഗ്രഹിച്ചത്, അന്ന് ആ പ്രോഗ്രാമിൽ GS പ്രദീപിനൊപ്പം ഞാനും പങ്കെടുത്തിരുന്നു. ആദ്യമായിട്ട് ആകാശവാണിയിലൂടെ എൻ്റെ ഒരു ശബ്ദത്തെ, പിന്നീട് സർ വാക്കുകൾക്ക് ഭൂമിയേക്കാൾ ആകർഷണമുണ്ട്, കടലിനേക്കാൾ ആഴമുണ്ട്, സൂര്യനേക്കാൾ വെളിച്ചമുണ്ട് കണ്ടെത്തി വാക്കിൻ്റെ ചിറകിലേറി ഭൂമിയുടെ കുറുകെ പറക്കാൻ ആദ്യമായി വഴിയൊരുക്കിയ നിരത്തിൽ അങ്ങയോട് ഒരുപാട് സന്തോഷവും സ്നേഹവുമുണ്ട്. 40 വർഷം റേഡിയോ നാടകങ്ങളുണ്ടായിരുന്നു. ഞാനത് നിങ്ങൾ ഓർക്കാൻ സാധ്യതയില്ല. കേൾവിയുടെ ഒരു കാലം ഉണ്ടായിരുന്നു, റേഡിയോ നാടകങ്ങൾ. ആ നാടകങ്ങളുടെ കാലത്ത് നമ്മൾ പറയുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് എലിമെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ശ്രീകണ്ഠൻ സാറിൻ്റെ വാർത്ത കാണാൻ ആളുകൾക്ക് ഇഷ്ടം തോന്നുന്നത്? ഒരു ഇൻഫോർടൈൻമെൻ്റ് ആണ്. വാർത്തയ്ക്കകത്തും സന്തോഷത്തിൻ്റെ, ഉല്ലാസത്തിൻ്റെ, പ്രസരിപ്പിൻ്റെ ഒരു ലോകം ഈ തുള്ളുന്ന ശരീരഭാഷ കൊണ്ട്, ചിരി കൊണ്ട് എല്ലാം അദ്ദേഹം തീർക്കുന്നുണ്ട്. അപ്പോൾ അന്നൊരു കാലത്ത് കേൾവിയിലൂടെ നൽകിയിരുന്നു. പിന്നീട് നമ്മൾ തമ്മിൽ, അതിൽ ഞാൻ ഏഷ്യാനിൽ പങ്കെടുത്തു, സാനോടെ നിൽക്കുന്നത് നമ്മൾ തമ്മിലെ ടോക്ക് ഷോയിൽ ഞാനന്ന് പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കാലങ്ങളെത്തി ഒരു ഗുരു ശിഷ്യ ബന്ധമാണ്. ശ്രീകണ്ഠൻ നായർ സാർ എന്ന സ്നേഹത്തോടെ ആദരവോടെ വിളിക്കുന്നു. 40 വർഷം താണ്ടിയ ദൂരങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാത്രമല്ല, മലയാളിയുടെ കേൾവി, കാഴ്ച, ദൃശ്യാനുഭവം. സർ, TV ആളുകൾ ഒരുപാട് മാറ്റി. പക്ഷെ TVക്കകത്ത് വരുന്ന വാർത്ത പറയുന്നതുകൊണ്ടൊന്നും തോന്നുന്നു, ടൈയും കോട്ടുമിട്ട് കാണികളിൽ നിന്ന് അപരിചിതരായി നിന്ന് വാർത്ത വായിക്കുന്നിടത്തും അടുപ്പത്തിലേക്ക്, അടുക്കളയിലേക്ക്, അമ്മമാരുടെ ഹൃദയത്തിലേക്കെല്ലാം വാർത്തയെ എത്തിച്ചത്
ശ്രീകണ്ഠൻ നായർ എന്ന മാധ്യമ പ്രവർത്തകനാണ് എന്നത് കേരളത്തിൻ്റെ മാധ്യമ ചരിത്രത്തിൽ തീർച്ചയായിട്ടും മറക്കാനാവില്ല. എൻ്റെ 24-ലെ കൂട്ടുകാരി, കോളേജ് കാലത്തെ കൂട്ടുകാരി ക്രിസ്റ്റീനയുമായി ഞാൻ എപ്പോഴും ഇത് പറയാറുണ്ട്. എൻ്റെ ഒരു സ്നേഹവും ആദരവും പത്തനംതിട്ടയുടെ ആറന്മുള കണ്ണാടി എന്ന് നമ്മുടെ ഒരു ഉജ്ജ്വല കാന്തിയുള്ള സാംസ്കാരിക പ്രതീകമാണ്. റാന്നി പള്ളിയോടങ്ങളുടെ നാടാണ്, പമ്പയിലൂടെ ഒഴുകി വരുന്നു. അതെ, അപ്പം ഇത് പള്ളിയോടത്തിൽ ആറന്മുള കണ്ണാടിയെ സന്നിവേശിപ്പിച്ച അതിമനോഹരമായിട്ടുള്ള ഒരു സ്നേഹോപഹാരം, ഒരു അനുജൻ്റെ, ഒരു കൊച്ചനുജൻ്റെ സ്നേഹം. ഫ്ലവേഴ്സിലെ ഒരു കുടുംബാംഗം, MLA എന്ന തരത്തിലല്ല, ഫ്ലവേഴ്സ് എന്നൊരു കുടുംബാംഗം എന്ന തരത്തിൽ തന്നെയുള്ള സ്നേഹത്തോടെ ആദരവോടെ അങ്ങേക്ക് നൽകുന്നു. ഈ ചടങ്ങിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. അപ്പോൾ ഫാദറെ അപ്പം പ്രമോദ് തിരക്ക് പിടിച്ച പരിപാടി മണ്ഡലത്തിലുണ്ട്. അപ്പം മണ്ഡലത്തിൽ പോയി കാര്യമായി നിന്നില്ലെങ്കിൽ പിന്നെ അവർ തീരുമാനിക്കും ഇദ്ദേഹത്തിൻ്റെ മണ്ഡലം. താങ്ക് യു സർ. താങ്ക് യു. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾക്ക് സമയമുണ്ടല്ലോ. നിങ്ങൾ തിരക്ക് പിടിച്ച് എവിടെ പോകാനിരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അങ്ങനെയുണ്ടോ? ഓസ്ലോട്ടല്ലേ പോകേണ്ടത്? ആണോ? അല്ല, ഇങ്ങനെ നിൽക്കുന്ന പോലെ ഒരു തോന്നല്. അത് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് ഔചിത്യബോധമൊന്നും കാണത്തില്ല. അപ്പം നിങ്ങൾ തലമുടായിരിക്കുകയാണെങ്കിൽ നേരത്തെ പറയണമല്ലോ. എവിടെ പോകാതിരിക്കുക അല്ലേ? മനസ്സിലായി? ഓക്കെ. അപ്പം നിങ്ങൾ മെഡിക്കൽ സ്റ്റുഡൻസ് ഉണ്ട്, ഇതിൽ നഴ്സിംഗ് സ്റ്റുഡൻസ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഫാർമസി കോളേജിൽ പഠിക്കുന്നവരുണ്ട്, BDS അവരുണ്ട്. എല്ലാവർക്കും സ്വാഗതം. ശരിക്കും നിങ്ങളെ ഞാനൊരു ഭാരിച്ച ജോലി ഏൽപ്പിക്കുകയാണ് കേട്ടോ. ഞങ്ങളെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം, ഞാൻ ഈയിടയ്ക്ക് ഡോക്ടർ ശശി തരൂരിനോട് പറഞ്ഞു, നിങ്ങൾ പ്രസംഗിക്കുമ്പോഴെല്ലാം ഇംഗ്ലീഷിൽ പ്രസംഗിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു. ഞാൻ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ കാര്യം മനസ്സിലാവോ, ഇത്രയേ ഉള്ളായിരുന്നോ കാര്യം. ഇംഗ്ലീഷിലാവുമ്പം ഇതെന്തോ പുള്ളി ടഫായിട്ട് എന്തോ പറഞ്ഞു എന്നേ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഈ വാർത്ത വായിക്കുന്നതൊക്കെ നമ്മുടെ പ്രമോദ് നാരായണൻ പറഞ്ഞ ഒരു ഇൻഫർടൈൻമെൻ്റ് ആക്കി മാറ്റിയെന്ന് എൻ്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങളുണ്ട്. അതിലൊന്നിതാ. അപ്പോൾ ഇൻഫർടൈൻമെൻ്റ് ആക്കി മാറ്റിയപ്പോൾ എന്താ ഒരു കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരും ഇപ്പോൾ വാർത്ത വായിക്കും. അപ്പോൾ നമ്മൾ പണ്ട് ഇപ്പം നമ്മുടെ പ്രശ്നം കഴിഞ്ഞാൽ അണ്ണ ഈ പാലയിലൊരു ചെറിയ അപകടം ഉണ്ടായണ്ണ എന്ന് പറഞ്ഞാണല്ലോ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇത് ഈ മറ്റേതാരം അങ്ങനെയല്ല, സംസാര വ്യാപകമായി പാലയിലും പരിസര പ്രദേശങ്ങളിലും 4 ആന കുട്ടിമുട്ടിയതായി കണക്ക്, ഇങ്ങനെയുള്ള ഈ വായിൽ കുഴക്കട്ട എടുത്തിട്ടോലായിരുന്നു വാർത്ത വായിച്ചുകൊണ്ടിരുന്നത്. 2 കുഴക്കട്ട എപ്പോഴും വായിക്കാത്ത കാണും. ഈ കഴുത്തേൽ നിന്ന് കുഴക്കട്ട എടുത്ത് പുറത്തിട്ടതാണ് നമ്മൾ ചെയ്ത അപരാധം. പക്ഷേ അതുകൊണ്ട് വലിയ മഹാ അപരാധം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആൾക്കാരെല്ലാം ഇങ്ങനെ പറയുന്നു. അപ്പോൾ അതുപോട്ടെ, അതല്ല പ്രശ്നം. ഞാൻ പറഞ്ഞത് ഈ പ്രേക്ഷകൻ എന്ന് പറയുന്ന ആൾ പ്രക്ഷേപകനിലേക്ക് കുറച്ചുകൂടി അടുത്ത് വന്നതാണ് 24-ൻ്റെ ഒരു പരീക്ഷണം എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ നമ്മൾ BBC ഒക്കെ കാണുമ്പോൾ എല്ലാവരും BBC കാണുന്നുണ്ടല്ലോ, പിന്നെ നിങ്ങൾ BBC കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ ചുമ്മാ ചോദിച്ചാൽ ഒരു വെയിറ്റ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. അതായത് BBC-ലും വോയിസ് ഓഫ് അമേരിക്ക, ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ, ABC, ഇങ്ങനെയൊക്കെയുള്ള ലോക മാധ്യമങ്ങളിലൊക്കെ ആളുകൾ വാർത്ത വായിക്കുമ്പോൾ അവർ വളരെ സീരിയസ് ആയിട്ടിരുന്നാണ് വാർത്ത വായിക്കുന്നത്. അപ്പം നമ്മൾ ശ്രമിച്ചൊരു കാര്യം, ഈ വാർത്തകളെയൊക്കെ തന്നെ കുറച്ചുകൂടെ മനുഷ്യരോട് അടുപ്പിക്കുക. അപ്പോൾ അവരുടെ ആളുകൾ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വാർത്ത വികാരമില്ലാതെ വായിച്ചു തീർക്കണം. അതായത് ഒരു വണ്ടി മറിഞ്ഞു, 85 പേര് മരിച്ചു, 25 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു, അവരെല്ലാം പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നൊക്കെ വാർത്ത വരുമ്പോൾ ഇതെല്ലാം ഒരു ശവം ഇരുന്ന് വായിക്കുന്നില്ല വായിക്കണം. ആ തിരുവല്ല പുഷ്പ, അത് നമുക്കൊരു ഫേസ് എക്സ്പ്രഷൻ പോലും കാണത്തില്ല. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. നമുക്ക് വിഷമം വന്നാൽ നമ്മൾ കരയും, നമുക്ക് സന്തോഷം വന്നാൽ നമ്മൾ ചിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും, ഞാൻ ഈയിടയ്ക്ക് ഒരു സ്ത്രീ വണ്ടിയിൽ റോഡിൽ പോകുന്ന സമയത്ത് ഒരു വീട്ടിൽ കയറി എന്തോ ഒരു മോഷണം നടത്തുന്നതിന് ഒരു കമൻട്രി കൊടുത്തു. ഞാൻ ചേട്ടത്തി ഇങ്ങനെ വരികയാണ്, ചേട്ടത്തിക്ക് മോഷണം നടത്താനൊരു ത്വരയുണ്ട്, ഏതാനും നിമിഷങ്ങൾക്കകം ആ ചേട്ടത്തി മോഷണം കണ്ട വലത് കൈ അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങനെ ഒരു കമൻട്രി കൊടുത്താൽ കുറച്ച് വൈറലാണ്, നിങ്ങൾ കണ്ടു കാണും. അപ്പം ഇങ്ങനെയൊക്കെ കമൻട്രി കൊടുക്കാമോ എന്ന് ആളിൽ ചോദിക്കും. അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ചോദിക്കാം, ആ സാധു സ്ത്രീ അരയും തലയും മുറുക്കി മോഷണത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് ഏതെങ്കിലും സമയത്ത്, അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? അവിടെ വളരെ സാധാരണ മനുഷ്യരെ പോലെ സംസാരിക്കുക. ഇനി കാര്യത്തിലേക്ക് വരികയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർത്തകളിങ്ങനെ ഒരുപാട് നിരന്തരം, ഇപ്പോൾ ഇഷ്ടം പോലെ വാർത്തകളാണ്. എല്ലാവർക്കും വാർത്ത ഉണ്ടാക്കാൻ അറിയാം. ഇപ്പം മാത്രമല്ല, ഈ യൂട്യൂബ് ചാനലിൻ്റെയൊക്കെ കാലമാണ്. നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂട്യൂബ് ചാനലുള്ളത് കേരളത്തിലാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. 7.25 ലക്ഷം യൂട്യൂബേഴ്സാണ് ഇന്ത്യയിലുള്ളത്. അതിൽ 5.25 ലക്ഷവും കേരളത്തിലാണ്. കേരളത്തിലെ ആൾക്കാരുടെ പ്രധാനപ്പെട്ട ജോലി ഭക്ഷണം കഴിക്കലും ഉറക്കവും പിന്നെ യൂട്യൂബ് ചാനലുമാണ്.
അത് യൂട്യൂബ് ചാനൽ. ഇപ്പം ഞാനിപ്പോൾ വഴിയിലേക്ക് കാണുമ്പം കുട്ടി എന്താ ചെയ്യുന്നത്, ഞാനൊരു ചാനൽ നടത്തുക, ഇയാളെ എന്ത് ചാനലാണ് നടത്തുന്നതെന്നുള്ളത് എൻ്റെ മുഖത്തേക്ക് ഒരു നോട്ടും. അപ്പം യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ എന്തും വിവരക്കേടും പറയാമെന്നുള്ള ലൈനിലാണ് ആൾക്കാർ വർക്ക് ചെയ്യുന്നത്. അതെല്ലാം പോയി കിട്ടും, അതിനൊക്കെ വലിയ കാലം എടുക്കത്തില്ല. ഞാൻ പറഞ്ഞത് ഇത്രയധികം പ്രക്ഷേപണ സ്വാതന്ത്ര്യമുള്ള ഒരു സംസ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് വാർത്തകൾക്കൊന്നും ഒരു പഞ്ഞുമില്ല. ആർക്കും വാർത്ത, ഇപ്പം നമ്മുടെ CEO അച്ഛൻ വിചാരിച്ചാലും 10 വാർത്ത ഉണ്ടാക്കാവുന്നേ ഉള്ളൂ, വെറുതെ ഇരിക്കാതെ. കാര്യം എന്ത് വേണമെങ്കിലും ചെയ്യാം, അങ്ങനെയുള്ളൊരു കാലമായത്. അപ്പോൾ ഈ കാലത്ത് നമ്മൾ ശരിക്കും രാവിലെ വന്ന്, ഞാനൊക്കെ 7 മണിക്ക് വാർത്ത വായിക്കാൻ തുടങ്ങുന്നതാണ്. അപ്പോൾ വാർത്ത വായിക്കാൻ തുടങ്ങും, കൊലപാതകങ്ങളുടെ ഘോഷയാത്രയാണ് വാർത്തകളിൽ. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ അതിഭീകരമായിട്ട് കൊല്ലുക, ചുറ്റിക കൊണ്ട് അടിച്ച് മനുഷ്യനെ കൊല്ലുക. അത് ഈ നെറ്റി നോക്കി ഒരു ചുറ്റിക കൊണ്ട് അടിച്ച് രക്തം ചീറ്റിയിട്ട് ഒരു 5 പേര് മരിച്ച് 6ാമത്തെ ആൾ ആശുപത്രിയിലായി കഴിയുമ്പോൾ നന്നായിട്ട് കുളിച്ച് ശരീരത്തൊക്കെ നല്ല ലെഗ് സോപ്പിട്ട് കുളിച്ച് റെഡിയായി ഉടുപ്പൊക്കെ ഇട്ട് നല്ല ഇതൊക്കെ ഇട്ട് വേണേ ഒരു മറ്റേ സാധനമൊക്കെ അടിച്ച് ലെവലായി പോലീസ് സ്റ്റേഷനിൽ പോയി സിയോട് പറയുന്നു, ഞാനൊരു 5-6 കിടത്തിയിട്ടുണ്ട്, തട്ടിയിട്ടുണ്ട്. CEO അവിടേക്കാണ് ഇരിയടേ എന്ന് പറഞ്ഞു. അപ്പോൾ CIക്ക് തന്നെ അരമണിക്കൂർ എടുത്ത് വെച്ചു. ഇതിൻ്റെ ഉറപ്പിച്ച് പറഞ്ഞു, 2 പോലീസുകാരോട് പറഞ്ഞു, ഇവൻ പ്രാന്തനാണെന്നാണ് തോന്നുന്നു, എന്നാലും നീ പോയി നോക്കിച്ച് വരാൻ പറഞ്ഞു. അപ്പോൾ ചെന്നപ്പോഴാണ് വീട്ടിനകത്ത് 2 ശവങ്ങൾ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു കാലം. ഇതൊക്കെ നമ്മൾ എങ്ങനെ വായിക്കും? നമ്മുടെ സ്വാസ്ഥ്യം കെട്ടുപോകും, സമാധാനം ഇല്ലാതാകും. അങ്ങനെ സമാധാനം ഇല്ലാതാകുന്നത് കൊണ്ട് നമ്മൾ വിചാരിച്ചു ഇതെന്താ ഈ കാരണം. അപ്പോൾ കാരണം എന്താണെന്ന് അറിഞ്ഞപ്പോൾ ഒരു 70 കൊലപാതകം 2 മാസം കൊണ്ട് നടന്നപ്പോൾ 60 ദിവസത്തിനിടയിൽ 70 കൊലപാതകം നടന്നു. അതിൽ 30 എണ്ണവും MDMA അടിച്ചു പൂസായവന്മാരാണ്. MDMA-കാരന് നിങ്ങൾ മെഡിക്കൽ വിദ്യാർത്ഥികളാണ്, ഡോക്ടേഴ്സ് ഉണ്ട്, നിങ്ങൾക്കറിയാമല്ലോ MDMA ഒരു മനുഷ്യ ശരീരത്തിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ ആർട്സ് വിഷയം പഠിച്ച ആളാണ്, അതുകൊണ്ട് ഞാൻ ഒരുപാട് വിവരക്കേട് പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ MDMA കൊലപാതകത്തിലേക്ക് നയിക്കുമെന്ന ഒരു തലച്ചോർ തല്ലിപ്പൊടിച്ചൊരു സംഭവമാണിത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കേരളത്തിലൊന്ന് ഇറങ്ങിക്കളയാം. എല്ലാവരും പദയാത്ര നടത്തുവാണല്ലോ, രാഷ്ട്രീയക്കാരെല്ലാം. ഒരാൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിക്കുമ്പം CPM-കാരൻ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡോട് തിരിക്കും. VD സതീശൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പിണറായി വിജയൻ ഇവിടെ അങ്ങോട്ട് പോകും. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനകത്തൊന്നും പെടാതെ നമ്മൾ ഗ്രാമങ്ങളിലൂടെ നടന്നു നോക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കുഞ്ഞുങ്ങളെ നടക്കാനിറങ്ങിയപ്പോൾ വലിയ സങ്കടകരമാണ് നമ്മുടെ കാര്യം. മിക്ക വീടുകളിലും അമ്മമാർ ആശങ്കയിലാണ് കഴിയുന്നത്. അതായത് പുറത്തേക്ക് ഇറങ്ങിപ്പോയ ചെറുപ്പക്കാരൻ അകത്ത് തിരിച്ച് വീട്ടിലേക്ക് രാത്രി വന്നു കഴിയുമ്പം ബെല്ലടിക്കുമ്പോൾ വാതിൽ തുറക്കണോ വേണ്ടയോ എന്നുള്ള അമ്മമാർക്ക് ആശങ്കയാണ്. തുറന്നു കഴിയുമ്പോൾ അവൻ്റെ കയ്യിൽ ചുറ്റികയാണോ വടിവാളാണോ വെട്ടുകത്തിയാണോ എന്നുള്ള സംശയമാണ്. അവൻ എന്ത് ചെയ്യുമെന്ന് പോലും അറിയില്ല. അമ്മയന്മാരുടെ നെഞ്ചിരിപ്പ് ഒരാളലാണ്. ആളെന്നത് നിങ്ങൾക്കറിയാമോ? ആളെന്നത് എന്തുവാണെന്ന് മലയാളത്തിൽ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി തരാം. അതായത് ഞാനും എൻ്റെ ഭാര്യയും കൂടെ നടന്നു പോകുന്നു. ഞാനും എൻ്റെ ഭാര്യയോട് നടന്നു, ഒരുത്തം വെട്ടുകത്തി കൊണ്ട് എന്നെ വെട്ടാനായിട്ട് ഓടി വരുമ്പം എൻ്റെ ഭാര്യയുടെ നെഞ്ചിലുണ്ടാകുന്ന ആ പരിഭ്രാന്തിയാണ് ആളലെന്ന് നമ്മൾ പറയുന്നത്. ഈ ആളൽ ഓരോ അമ്മയും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഓരോ മാതാപിതാക്കളും, സ്കൂളിൽ പോകുന്ന കുട്ടികൾ, 7ലും 8ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ പോലും ഇത്തരം മാരകമായ ഈ രാസലഹരി കഴിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളോട് ഞാൻ ഏൽപ്പിക്കുന്ന ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കേരളം, ഞാൻ യഥാർത്ഥത്തിൽ ഇറങ്ങുമ്പോൾ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. പക്ഷേ ഈ 3 ജില്ലകൾ കടന്നപ്പോൾ എനിക്ക് ആവേശം കൂടിയിട്ടുണ്ട്. കാരണം എന്നറിയോ, ഇതെൻ്റെ ഒരു അവതാര ലക്ഷ്യമായിട്ട് പോലും എനിക്ക് തോന്നുക. 40 കൊല്ലം എനിക്കൊരു പ്രൊഫഷണൽ ജീവിതം ഉണ്ടായിരുന്നു. അത് വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. കുന്തലി ഇളക്കാൻ പോയാലും 40-45 കൊല്ലമൊക്കെ ഒരാൾ പിന്തുടരും. നമ്മുടെ കുന്തക്കിള ഇതായിരുന്നു, നാട്ടുകാരെ കിള വേറൊന്നാണ്. ഇപ്പം അച്ഛൻ വേറൊരു ജോലി ചെയ്യുന്നു. അത്രയും മാത്രമേ ഞാനതിനെ കാണുന്നുള്ളൂ. പക്ഷേ ഈ 40 കൊല്ലത്തെ എൻ്റെ ഒരു പരിചയം, ഞാൻ കടന്നു വന്ന വഴികൾ, പ്രതിസന്ധിയെ ഞാൻ നേരിട്ട രീതികൾ, ഇതൊക്കെ തന്നെ ഈ ഒരു ദൗത്യത്തിന് ഉപയോഗപ്പെടുമെന്ന് തോന്നുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ കാസർഗോഡ് വരെ ഞാൻ യാത്ര ചെയ്യുകയും ഒരു പ്രബന്ധം തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് എന്തൊക്കെ ചെയ്താൽ ഈ നാട് രക്ഷപ്പെടണം. നിങ്ങൾ വിശ്വസിച്ചോളൂ, എൻ്റെ മനസ്സിലൊരു കണക്കൂട്ടം ഞാൻ വണ്ടി വരുമ്പോൾ ആലോചിക്കായിരുന്നു. ഒരു 5000 കോടി രൂപയെങ്കിലും നമുക്ക് ഇമ്മീഡിയറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ആളുകളെ മോചിപ്പിച്ചെടുക്കാൻ പറ്റൂ. എന്തിന്? നമ്മുടെ കളിക്കളങ്ങളെല്ലാം ഓപ്പൺ ചെയ്യണം. ഇഷ്ടംപോലെ സമയമുണ്ട്. നമ്മളിപ്പോൾ മുഴുവൻ സമയവും ഈ ചെറിയ പെട്ടിക്കകത്തല്ലേ കുത്തിയല്ലേ ഇരിക്കുന്നത്. നമ്മുടെ ഈ മൊബൈലിൽ നിന്ന് യഥാർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലമായി നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ കമ്പ്യൂട്ടറുമായിട്ടോ അല്ലെങ്കിൽ ചെറിയ ഒരു മൊബൈൽ ഫോണുമായിട്ടോ ആയിട്ട് നമ്മൾ ടെക്നോളജിയുടെ ഇരകളായി മാറിക്കഴിഞ്ഞു. ടെക്നോളജി ഇരകളെന്ന് പറഞ്ഞാൽ നമ്മുടെ പല ആളുകളും പറയുന്നത്, ഇപ്പം ഞാൻ തന്നെ ഒരാളൊരു കാര്യം വിളിച്ച് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. എന്നാൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റി വിളിച്ചിട്ട് 10ാം ക്ലാസ് പാസ്സാകാത്ത ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അപ്പടി സ്വീകരിക്കും. അത് നമ്മുടെ മലയാളികൾ നമ്മളൊരു കാര്യം നേരിട്ട് പോടെ അങ്ങനെയൊന്നുമല്ല എന്ന് പറയും. അതേസമയം വാട്സപ്പ് യൂണിവേഴ്സിറ്റി വിവരം വന്നു കഴിഞ്ഞാൽ അറിഞ്ഞോടെ അവിടെ വാട്സപ്പിലൊരു കാര്യം വന്നായിരുന്നു. ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പരിചയം പോലും ഇല്ലാത്ത ആളുകൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കും. അങ്ങനെ എത്രയോ ആളുകൾ ഡ്രഗ് അഡിക്റ്റ് ആകുന്നു. ഈയിടെ തന്നെ ഒരു പെൺകുട്ടി, 15 വയസ്സുള്ളൊരു പെൺകുട്ടി, മലപ്പുറത്തും കണ്ടുള്ള ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്കാരൻ ഏതാണ്ട് പറഞ്ഞെന്ന് പറഞ്ഞ് അവൻ MA-കാരനാണെന്ന് ഇറങ്ങിപ്പോയി. ഈ കൊച്ചു ഡിഗ്രി എങ്ങാണ്ട് പഠിക്കുകയായിരുന്നു. അവൻ നോക്കിയപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ആളോട് SLC പറഞ്ഞാൽ വെക്കത്തില്ല. അവൻ 10ാം ക്ലാസ്സിൽ 4 തവണ തോറ്റവനാണ്.
ഒരു പോക്ക് മലപ്പുറത്തോട്ട് ഇറങ്ങി അങ്ങ് പോയി ആ കൊച്ച്. 15 വയസ്സേ ഉള്ളൂ. അപ്പോൾ മാത്രമല്ല നമ്മൾ ഈ 18 വയസ്സിൽ പ്രായപൂർത്തി എന്ന് വെച്ചത് കുറച്ച് അബദ്ധമായി പോയെന്ന് സംശയിച്ചിരിക്കുകയാണ് ഞാൻ. അപ്പോൾ എന്തായാലും എനിക്ക് വളരെ ചുരുക്കി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ വ്യാപകമായിട്ട് ഈ രാസലഹരി പടർന്നിരിക്കുന്നു. ഇതെങ്ങനെയാണ് അതിൻ്റെ മോഡസ് ഓപ്പറandi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് അത്യാവശ്യം ആക്രാന്തം കൊണ്ട് പൈസ ഉണ്ടാക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾ കർണാടകം, ആന്ധ്ര, ജാർഖണ്ഡ്, ബംഗാൾ, ബീഹാർ ഇങ്ങനെയൊക്കെയുള്ള സംസ്ഥാനങ്ങളിലേക്കും ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ, നിങ്ങൾക്കറിയാമല്ലോ ഇന്ത്യൻ ശരീരത്തിൽ ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്നു നമുക്ക് തോന്നുന്ന നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ഉണ്ട്. അവിടെ 3 Gs എന്നൊക്കെ അവരുടെ സംസ്ഥാനമുണ്ട്. ലാൻഡ് ഓഫ് ഗേൾ, ഗിത്താർ, ഗൺ. ഇത് 3 കൊണ്ടു കിടക്കുന്ന ആൾക്കാരുണ്ട്. 3 Gs എന്നാണ് അവർ പറയുന്നത്. ഞാൻ ഏത് സംസ്ഥാനമാണെന്ന് ഞാൻ പറയുന്നില്ല. മണിപ്പൂർ പുകയുകയാണ്. അപ്പോൾ ഈ സംസ്ഥാനത്ത് നിന്നൊക്കെ തന്നെ ലഹരി പാകിസ്ഥാനിൽ നിന്നും മറ്റുള്ള വിദേശ നാടുകളിൽ നിന്നും കടത്തിക്കൊണ്ടുവരുന്ന ലഹരി നമ്മുടെ കേരളത്തിലേക്ക് ഒഴുക്കുകയാണ്. നമ്മുടെ ആൾക്കാർ പോയി കൊണ്ടുവരുന്നു. ഇതുകൂടാതെ കൊച്ചി നഗരത്തിലേക്ക് ഇൻ്റർനാഷണൽ മാഫിയ നെറ്റ്വർക്കുകൾ പ്രവർത്തിക്കുന്ന അധോലോകമുണ്ട്. നമ്മൾ അഭിമാനത്തോടെ പറഞ്ഞിരുന്നു കൊച്ചി പഴയ കൊച്ചിയല്ല. കൊച്ചി മാറി. വലിയ പട്ടണമായി വളരുകയാണ് കൊച്ചി. ലോകം ശ്രദ്ധിക്കുന്ന മഹാനഗരങ്ങളിലൊന്നായി നമ്മുടെ ഈ കൊമേഴ്സ്യൽ ക്യാപിറ്റൽ കൊച്ചി മാറുന്ന സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ, ഒരു നഗരം വളരുമ്പോൾ അതിൻ്റെ അടിയിലൂടെ അധോലോക സംഘങ്ങളും വളരും. അതൊരു സ്വാഭാവികമായ പരിണാമമാണ്. പക്ഷേ നമ്മുടെ പരിണാമം MDMA കുതിപ്പായിരുന്നു, യാത്രയായിരുന്നു. ഈ MDMA കൊണ്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതൂടെ മനസ്സിലാവും. ഒരു സൈക്കാട്രിക് ഇഷ്യൂ ഉള്ള ഒരാളിനെ നമ്മൾ കാണുകയാണെങ്കിൽ അയാൾ എന്തെല്ലാം വിചിത്ര സ്വഭാവങ്ങൾ കാണിക്കുമോ അതെല്ലാം ഈ MDMA കഴിച്ചു അവർ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അവർ നമ്മൾ കണ്ണുകളിലേക്ക് നോക്കിയാൽ അവർ പെട്ടെന്ന് കണ്ണ് വലിച്ചെടുക്കും. അവർ നേരെ നോക്കി സംസാരിക്കത്തില്ല. അവർ എന്തൊക്കെയോ ആലോചിച്ച് കുഴമറിയുന്നതായിട്ട് നമുക്ക് തോന്നും. എന്നും പറഞ്ഞ് നിങ്ങളുടെ അടുത്തിരുന്ന ഒരാൾ കണ്ണി നോക്കില്ലെന്നും പറഞ്ഞ് ഇവനെ MDMA ആണെന്നാണ് തോന്നുന്നത്. അങ്ങനെ വിചാരിച്ചു കളയരുത്. നമ്മൾ മാത്രമല്ല ഇവരെ ശത്രുക്കളായിട്ട് കാണുന്നത്. ഇവർ നിരപരാധികളാണ്. ഇവരല്ല തെറ്റുകാർ. കാരണം ഇവർക്ക് ഈ സാധനം കടത്തിക്കൊടുത്ത് ഓരോ മോഹവലയത്തിൽ പെടുത്തി ആണ്. ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ നാട്ടിലെ സ്ഥലങ്ങൾ തമ്മിൽ ഇപ്പം വലിയ അടുപ്പത്തിലാണ്. പാറശാലയിലെ ഒരു സ്ഥലത്ത് ഒരു സ്കൂളിൻ്റെ വരാന്തയിൽ ചെന്നപ്പം അവിടെ കൂളെന്ന് പറഞ്ഞൊരു മിഠായി വിൽക്കുന്നു എന്ന് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് പറഞ്ഞു. ആ കൂളെന്ന് പറയുന്ന മിഠായിക്കകത്ത് ലഹരി കയറ്റി കൊച്ചു കുട്ടികൾ വഴിയെ പോകുമ്പം മോളെ ഉടനെ മോളെന്ന് തിരിഞ്ഞു നോക്കി ഇന്നാ ലഹരി കൈ കൊടുക്കും. അപ്പം അമ്മ വിളിയും കേട്ടിട്ട് ഇത് ഇറക്കും. 4 ദിവസം ഇറക്കുമ്പോൾ പിന്നെ അവളുടെ വഴിക്കായി. അപ്പം ഞാൻ പത്തനംതിട്ട ജില്ലയിലെ ഒരു സ്ഥലത്ത് ഞാൻ ആ കോളേജിൻ്റെ പേര് പറയുന്നില്ല, അതിൻ്റെ വരാന്തയിൽ നിന്നപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ എന്നോട് പറയാണ് ഇവിടെയുണ്ട് കൂളെന്ന്. അപ്പോൾ കൂളായിട്ട് ഞാൻ കേട്ടു. പക്ഷേ കൂള് അതുപോലെ തന്നെ ഈ ചോക്ലേറ്റിലൊക്കെ ലഹരി കലർത്തി കുട്ടികളെ സ്വാധീനം 7-ലൊക്കെ പഠിക്കുന്ന കുട്ടികളെ പണ്ട് നമ്മൾ അഭിമാനത്തോടെ പറഞ്ഞിരുന്നില്ലേ, ക്യാച്ച് ദം യങ്, കുട്ടിക്കാലത്തെ പിടിക്കുക. ഇപ്പോൾ പിടിക്കുന്നതിനാ ലഹരി കയറ്റാൻ വേണ്ടിയാണ്. കാര്യം എന്താണെന്നറിയോ, ഇതിനകത്തൊരു 2000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ 2 ദിവസം കൊണ്ട് 4000 രൂപ മടക്കി കിട്ടുന്ന അത്ഭുതകരമായ പരിപാടിയാണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ആളുകളെല്ലാം ഈ യാത്രയിലാണ്. പിന്നെ മാത്രമല്ല, ഞാൻ ഇന്നലെ നമ്മൾ ഈ പെരുമൺ എന്ന് പറയുന്ന സ്ഥലത്ത് പോയപ്പോൾ നമ്മുടെ ഒരു വള്ളത്തിൽ നിൽക്കുന്നൊരു വള്ളക്കാരൻ, അവൻ്റെ വായിലൊരു സാധനം കിടന്നുണ്ട്. അവൻ ഇങ്ങനെ ചോദിക്കാൻ ചവയ്ക്കുന്നതിലൊക്കെ ഇങ്ങനെ ചവയ്ക്കുന്നു, എന്തോ കിടക്കുന്നുണ്ട്. ഞാൻ അവനെ കണ്ടപ്പോഴേ മനസ്സിലാക്കി ഇവൻ MDMA മണമുണ്ട്. ഞാൻ ചോദിച്ചില്ല, കാര്യം അവൻ കുത്തിയനെ കായലിട്ട് കളയും. അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. കാരണം അങ്ങനെ അത്ര രീതിയിൽ കടുത്ത രീതിയിൽ ഇത് സ്പ്രെഡായിക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ മെഡിക്കൽ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിലും ഇതിലൊക്കെ നിലനിൽക്കുന്ന രീതിയിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഒരാൾ ഒരു ദൗത്യം ഏറ്റെടുക്കുക. 25 കുട്ടികളെങ്കിലും മാരകമായ ലഹരിയിൽ നിന്ന് ഞാൻ മോചിപ്പിക്കും. നിങ്ങൾ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയും. കാര്യം മനസ്സും തലച്ചോറും തമ്മിലുള്ള വൈദ്യുത ബന്ധം ശിഥിലമായി പോയ ഒരു ജനസമൂഹം നമ്മുടെ നാട്ടിൽ വളർന്നു വരാതിരിക്കാനും നമ്മുടെ കുട്ടികൾ അവരാണ് നമ്മുടെ സമ്പത്ത്, നമ്മുടെ യങ്സ്റ്റേഴ്സ്. അമേരിക്കയിൽ നടന്നൊരു പഠനം നിങ്ങൾ അറിയേണ്ടതാണ്. 300 കുട്ടികൾക്കിടയിൽ ഈ അടുത്ത കാലത്ത് ഒരു പഠനം നടന്നു. 18-നും 30-നും മധ്യ പ്രായമുള്ള ചെറുപ്പക്കാർ, യുവ ജനതയിലായിരുന്നു അവരുടെ റിസർച്ച്. അവർ നോക്കിയത് ഇതിലെത്ര ആളുകൾ ടെക്നോളജിയുമായി അഡിക്റ്റഡ് ആണ്, എത്ര പേര് ബന്ധുക്കളെ കാണുന്നു, അമ്മയെ വിളിക്കുന്നുണ്ടോ. അതിൽ വന്ന സംഭവം 70% ആളുകളും 14 മണിക്കൂറിലധികം ടെക്നോളജിയുമായി അഡിക്റ്റായി കഴിയുന്നു. ഇരകളാണ് അവർ. ഇതിനിടയിൽ അവർ 1 മിനിറ്റ് പോലും അവരുടെ അമ്മയും അച്ഛനെയും ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ ആളുകളങ്ങ് മാറുകയാണ്. ലോകം മുഴുവൻ മാറിയിട്ടുണ്ട്. കോവിഡാണ് നമ്മുടെ ഈ ചരിത്രത്തെ കോവിഡ് 2ആയി വെട്ടിമുറിച്ചു. 20 മാസക്കാലം നമ്മൾ കൊറോണ എന്നുള്ള വൈറസിൻ്റെ മുമ്പിൽ തലകുനിച്ചു. 2ആയി വെട്ടിമുറിച്ചപ്പോൾ കോവിഡിന് മുമ്പും കോവിഡിന് പിമ്പും. കോവിഡിന് പിമ്പിൽ നമ്മൾ ഇങ്ങനെയായി മാറി. നമ്മളറിയാതെ മലയാളികൾ പോലും അറിയാതെ വ്യാപകമായിട്ട് പോലീസ് പോലും അറിയാതെ, പോലീസ് മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം, പോലീസ് അവധാനത ഉണ്ടാക്കിയോ എന്ന് എനിക്കറിയില്ല. നമ്മളത് പറയാൻ ആളല്ല, അതൊക്കെ നമുക്കൊരു റിസർച്ച് നടത്തിയാലേ പറയാൻ പറ്റൂ. എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വ്യാപകമാകുന്നത് ആരും അറിഞ്ഞില്ലെന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വളരെ കടുത്ത രീതിയിൽ പോലീസിങ് നടക്കുന്നു.
എക്സൈസ് റെയ്ഡുകൾ നടത്തുന്നു, പല ഹോസ്റ്റൽ മുറികളിലേക്കും ചെല്ലുന്നു. കളമശ്ശേരിയിലെ ഈ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ നടന്ന ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ഒരു ഹോസ്റ്റൽ മുറിയിൽ നിന്നാണ് 2 കിലോ കഞ്ചാവ് പിടിച്ചത്. 2 കിലോ കഞ്ചാവ് പിടിച്ചതല്ല കാര്യം, ഈ 2 കിലോ കഞ്ചാവെല്ലാം വിപണനത്തിന് വേണ്ടി കൊന്നുവന്നത്. എന്ന് വെച്ചാൽ കച്ചവടക്കാരനെ ഗോഡൗണായിട്ടാണ് കോളേജ് ഹോസ്റ്റൽ അവർ നടത്തിയിരുന്നത്. വാട്സപ്പിൽ ഏതൊക്കെ വിതരണക്കാരാണ്, ഡിസ്ട്രിബ്യൂഷൻ ശൃംഖലയുടെ ഡീറ്റെയിൽസൊക്കെ അതിലുണ്ടായിരുന്നു. പോലീസുകാർ ഞെട്ടിപ്പോയി. ഇപ്പോൾ അതിൻ്റെ അന്വേഷണം നടക്കുകയാണ്. അപ്പം നമ്മുടെ പല കോളേജ് ഹോസ്റ്റൽ മുറികളിലേക്കും പല കാരണങ്ങളാൽ പ്രിൻസിപ്പലിൻ്റെ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും പോലീസുകാർ കടന്നു ചെല്ലാറില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശത്തിന് വേണ്ടി അടരാടിയ ഒരു സംസ്ഥാനമാണിത്. ഇടതുപക്ഷങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഒരുപാട് വിജയം വരിച്ചതിൻ്റെ ലക്ഷണമാകാം ജനാധിപത്യ ബോധമുള്ള ഒരു സംസ്കാരം നമ്മുടെ കൂടെ വളർന്നു. ഇനി കുറച്ചു കാലത്തേക്ക് മനുഷ്യാവകാശത്തിൻ്റെ അവധി കൊടുത്താലും കുഴപ്പമില്ല. കാര്യം നമ്മുടെ സംസ്ഥാനത്ത് ഞാനൊരു ജനാധിപത്യ വിരുദ്ധനൊന്നുമല്ല, ഏറ്റവും കൂടുതൽ അവകാശങ്ങളെ സംരക്ഷിക്കണമെന്ന് പറയുന്ന ആളാണ്. ഈ എന്തുകൊണ്ട് ഞാനിത് പറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് സ്വാതന്ത്ര്യവും ലിബർട്ടിയും ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ നാട്ടിലെ പലയിടങ്ങളിലും ഇങ്ങനെയുള്ള ഡ്രഗുകൾ പെരുകി. ഇപ്പോൾ ഹോസ്റ്റൽ മുറികളിലേക്ക് ഇപ്പോൾ ധൈര്യമായി പ്രിൻസിപ്പലിൻ്റെ അനുവാദമില്ലാതെ പോലീസിന് കടന്നു ചെല്ലാൻ അനുവാദം കൊടുത്തു കഴിഞ്ഞു സർക്കാർ. ഏത് ക്യാമ്പസിലേക്കും ഇപ്പോൾ കടന്നു വരാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പറയുന്ന തിരുവല്ല പുഷ്പഗിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പാരമ്പര്യമുണ്ട്, നിങ്ങൾ ലോകമറിയുന്ന ഒരു മെഡിക്കൽ സ്ഥാപനമാണ്, ഒക്കെ ശരിയാണ്. ഇവിടുത്തെ 4 കുട്ടികളെ വേണ്ട, ഒരു കുട്ടിയായാലും മതി, ഒരേ കുട്ടി MDMA പിടിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിൻ്റെ റെപ്യൂട്ടേഷൻ അടപടലം തറയി വീഴും. ഇതിൻ്റെ അപകടത്തിൻ്റെ വ്യാപ്തി അതാണ്. ഇപ്പം ഞാൻ ഏറ്റവും ഭയക്കുന്നത് എൻ്റെ ചാനലായ ഫ്ലവേഴ്സിലോ 24-ലോ ഒരുവൻ MDMA ഉപയോഗിക്കുകയും അത് എക്സൈസിന് ലീക്ക് ചെയ്ത് കിട്ടുകയും ചെയ്താൽ അവൻ്റെ അണ്ടാവ് പരിശോധിക്കാൻ വേണ്ടി എക്സൈസ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നാൽ നമ്മൾ ആരെയും വിളിച്ചു പറയണ്ട. ഇപ്പോൾ വാർത്തകൾ തേടി നമ്മളെ തേടി ആൾക്കാർ വരും. ഇപ്പം യൂട്യൂബേഴ്സ് വരും, ഓൺലൈൻ ചാനലുകാർ വരും, അവിടുന്ന് തന്നെ തത്സമയം തുടങ്ങും. എന്നോട് വന്നു ചോദിക്കും, മിസ്റ്റർ ശ്രീകണ്ഠൻ നായർ, നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ഇപ്പോൾ MDMA പിടിച്ചെന്നറിയുന്നു, എന്താണ് ആദ്യ പ്രതികരണം? നമ്മൾ തല കിഴിക്കിട്ട് പോവുകയല്ലാതെ, തലവഴി മുണ്ടും കയറി ചൂടി പോവുകയല്ലാതെ. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പ്രതിയെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല കാര്യം സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ 10-20 കൊല്ലം കോടതിയിൽ നടന്ന് ശിക്ഷ കിട്ടുന്നതിനേക്കാൾ നല്ലത് ഈ വയറാവള്ളി ബൾബുമായിട്ടൊരു 40 ചാനൽ അങ്ങ് ചുറ്റും കൂടിയിട്ട് പുള്ളി മുഖമൊക്കെ ഇങ്ങനെ മറയ്ക്കാൻ നോക്കും. ചിലൊക്കെ പാട്ടുന്നുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ കീഴ്ത്തൂടെ ക്യാമറ കുത്തി കയറ്റി നമ്മളവൻ്റെ കണ്ണ് കണ്ടാൽ അറിയാമല്ലോ ഏത് മനുഷ്യനാണെന്നുള്ളത്. നിങ്ങൾ മെഡിക്കൽ രംഗത്തുള്ളവരല്ലേ. അപ്പോൾ കണ്ണൊക്കെ എങ്ങനെയെങ്കിലും ചോർത്തിയെടുത്ത് പിന്നെ ഇവനാണ് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അവിടെ കൊണ്ടുപോയി അവൻ ഇങ്ങോട്ട് ഇവിടെ കാണും ക്യാമറ മൊത്തം. ഇവർ രണ്ടുപേരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ വാർത്ത റിപ്പോർട്ട് ചെയ്യാനൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുഷ്പഗിരി എന്നല്ല, ഏത് സ്ഥാപനത്തിലായാലും MDMA അതുപോലുള്ള ഏതെങ്കിലും ഒരു മാരക ഡ്രഗിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയും അവിടെ ഒരു റെയ്ഡ് നടക്കുകയും ചെയ്യുകയാണെങ്കിൽ സ്ഥാപനത്തിൻ്റെ റെപ്യൂട്ടേഷൻ അടിയും. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്കിടയിലുള്ള കുട്ടികൾ, അവരെ ഒരിക്കലും നിങ്ങൾ ശത്രുക്കളായിട്ട് കാണരുത്. കാര്യം കുട്ടികൾക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വികാരത്തിന് അടിപ്പെട്ട് അവർ ചിലതൊക്കെ ചെയ്യും. ശാസ്താംകോട്ടയിൽ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ കുട്ടികളെ നിങ്ങൾക്ക് തടയാൻ പറ്റാതെ? രാവിലെ ഈ മുളങ്കാടെന്ന് പറയുന്നത് ശാസ്താംകോട്ട DB കോളേജ്, പ്രശസ്തമായ കോളേജ്, പ്രൊഫസർ G. ശങ്കരപ്പിള്ളയെ പോലെ മലയാള നാടകവേദിയുടെ സ്വഭാവം മാറ്റിമറിച്ച നാടക തനിമയുടെ ആചാര്യൻ എന്ന് വിളിക്കാവുന്ന ശങ്കരപ്പിള്ള സാറിനെ പോലുള്ള ആളുകൾ പഠിപ്പിച്ച ആ കോളേജിൻ്റെ വരാന്തയിൽ മുളങ്കാട് എന്ന് പറയുന്നൊരു കാടുണ്ടാക്കി അതിനകത്ത് കുട്ടികളും പുറത്തുനിന്ന് വരുന്ന സ്കൂൾ പിള്ളേരും നാട്ടുകാരും എല്ലാവരും ചേർന്ന് ഒരു വലിയൊരു നെറ്റ്വർക്ക് നടത്തുകയാണ് MDMAയ്ക്ക് വേണ്ടി. ഞാനവിടെ ഇറങ്ങുന്ന സമയത്ത് അവർ വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചു, SKN ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് ഇന്ന് അങ്ങോട്ട് പോകണ്ട, അയാൾ അവിടെ കിടന്ന് വരവട്ടെ, അയാൾ വരവി കഴിഞ്ഞാൽ അയാളങ്ങ് പോകും, അപ്പം നമുക്ക് കയറാമെന്ന് പറഞ്ഞ് വാട്സപ്പ് ഗ്രൂപ്പ് അയച്ചു. അന്നാരും വന്നില്ല. അപ്പോൾ ഇത് ഇത്രയും കാലമായിട്ടും എന്തുകൊണ്ടാണ്? ഞാൻ അവിടുത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരെയും പോലീസുകാരോടും ചോദിച്ചു, ആ CEO ഒക്കെ അവിടെ വന്നായിരുന്നു, അതെവിടെയും ചോദിച്ചു, നിങ്ങളുടെ കാഴ്ചവട്ടത്ത് നിങ്ങളുടെ നിങ്ങളുടെ മൂക്കിന് കീഴെ ഇത് നടന്നിട്ട് അങ്ങ് എന്തുകൊണ്ട് ആക്ട് ചെയ്തില്ല എന്ന് ചോദിച്ചപ്പം പുള്ളി 4 വഴിക്കൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, സാറേ ഈ മുളങ്കാടിൻ്റെ താഴെ കണ്ടില്ലേ ശാസ്താംകോട്ട കായൽ കിടക്കുക, ഈ പിള്ളേരെങ്ങാണ് ഓടിപ്പോയ കായലി എടുത്ത് ചാടി അങ്ങ് കാഞ്ഞങ്ങാണം പോയ എൻ്റെ തൊപ്പി തെറിക്കുമെന്ന് മാത്രമല്ല എൻ്റെ പുട്ടടി പൂയപ്പുറത്തെണ്ടറിയില്ലായിരിക്കും. പേടിയാണ് അവർക്ക്. കാര്യം കുട്ടികളാണ് അവർ. ചിലപ്പം ഇനി ജീവിതം വേണ്ടാന്നങ്ങനെ തീരുമാനിച്ച് കായലെടുത്ത് ചാടി. അപ്പം ഞാൻ പിന്നെ പറഞ്ഞു, അതായത് കാർഗിൽ മലനിരകളിലേക്ക് യുദ്ധത്തിന് പോയവരാണല്ലോ നമ്മൾ. അതായത് പാകിസ്ഥാൻ ആർമി എന്താ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു മലയുടെ മണ്ടയിലോട്ട് കയറുന്നു, മലമുടിയിലേക്ക് കയറുന്ന സമയത്ത് പാകിസ്ഥാൻ അവിടുത്തെ വ്യോമസേന നമ്മുടെ ആൾക്കാരെ അവിടെ നിന്ന് തോക്കം കൊണ്ട് കയറുന്നതിനെ വെടിവെച്ച് താഴ്ത്തിടുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആർമി ഓഫീസർമാർ കൊല്ലപ്പെട്ട ഒരു വീരമൃത്യു വരിച്ച സംഭവമാണ് ഈ കാർഗിൽ നടന്നത്. എന്നാൽ കാർഗിൽ നമുക്ക് തിരിച്ചു പിടിച്ചേ പറ്റൂ. ഇന്ത്യയുടെ ഹൃദയത്തിനേറ്റ മുറിവാണ് കാർഗിൽ എന്ന് പറയുന്നത്, നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മരണത്തിലേക്കാണ് നടന്നു കയറുന്നറിഞ്ഞ ഓരോ ജവാനും ഓരോ ഓഫീസറും അവരുടെ വെടികൊള്ളാൻ വേണ്ടി മാത്രം മേലോട്ട് കയറിപ്പോയി. 240 പേരാണ് അവർ വെടിവെച്ച് താഴെയിട്ടത്. എന്നാൽ നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി അത് അടങ്ങിയില്ല. ഒരല്പം കഴിഞ്ഞപ്പോൾ
അവർ യുദ്ധത്തിൻ്റെ രീതി മാറ്റി കാർപ്പറ്റ് ബോംബിങ്ങിലൂടെ നമ്മുടെ എയർഫോഴ്സ്, ഇന്ത്യൻ എയർഫോഴ്സ് അതിൻ്റെ മുഴുവൻ സാധ്യത ഉപയോഗിച്ച് 3 മിനിറ്റ് കൊണ്ട് കാർഗിൽ മലനിരയുടെ മണ്ട മുഴുവൻ അടിച്ച് നിരത്തി യോമാരെ മണ്ണോട് ചേർത്തു. അത് ചരിത്രമാണ്. പക്ഷേ നമ്മളവിടെ ആളുകൾ കൊല്ലപ്പെടുമെന്ന് കരുതി കാർഗിലിൻ്റെ ഉയരങ്ങളിലേക്ക് പോകാതിരിക്കാൻ പറ്റുമോ എന്ന് പറയുന്നതാണ് ഈ ശാസ്താംകോട്ട കായലിൻ്റെ കഥയെന്ന് ഞാൻ അധിയെ ബോധ്യപ്പെടുത്തി. ഒരു കുട്ടി വെള്ളത്തിൽ ചാടുമെന്ന് പറഞ്ഞിട്ട് ഇത്ര ഒരു മഹാബീപത്ത് നിങ്ങൾക്ക് എങ്ങനെ വെച്ചു ഉറപ്പിക്കാൻ പറ്റും? കൊല്ലം ജില്ലാ പോലീസ് സൂപ്രണ്ടോടും ഞാനിത് പറഞ്ഞിട്ടാണ് പോകുന്നത്. അദ്ദേഹം നടപടിയെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ അവിടെ 100 ബോർഡുകൾ, മയക്കുമരുന്നെതിരെയുള്ള ബോർഡുകൾ അവിടെ സ്ഥാപിക്കാമെന്ന് പറഞ്ഞു. ഈ അടൂരിലെ സെൻറ്റ് മേരീസ് എന്ന് പറയുന്ന സ്കൂളിൻ്റെ വരാന്തയിൽ ഒരു റോഡിൽ നിറച്ച് MDMA ആണ്. പെൺകുട്ടികൾ പഠിക്കുന്ന പള്ളിക്കൂടമാണ്. അതിലെ നടന്നു പോകാൻ പറ്റുന്നില്ല. കുട്ടികൾക്ക് ഭയങ്കര പേടിയാണ് യുവമാരെന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ളത്. ഞാൻ അവിടെ പറഞ്ഞു അവിടെ കുറച്ച് ബോർഡ് വയ്ക്കാം. എന്നിട്ട് ഞാൻ അടൂരിലെ SHOയോട് പറഞ്ഞു, അങ്ങയുടെ പ്രഥമമായ ജോലി അങ്ങ് ഈ റോഡ് വൃത്തിയാക്കണമെന്ന് പറഞ്ഞു. ഈ റോഡ് അങ്ങേക്ക് ശുചീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഈ റോഡ് അങ്ങേക്ക് ശുദ്ധീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങ് ഈ തൊപ്പി വെച്ചുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. അതായത് ചെയ്യാമെന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ പ്രബന്ധത്തിൽ ഈ 2 സ്ഥലങ്ങളും രേഖപ്പെടുത്താനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് റിപ്പോർട്ടുകൾ വരും. ഇപ്പം നമ്മുടെ മന്ത്രിമാരൊക്കെ എന്തെങ്കിലും സംഭവം ഉണ്ടായ ഉടൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. എന്തിനാ? പുഴുങ്ങി തിന്നാനും. കുറേ റിപ്പോർട്ടുകൾ സെക്രട്ടറിയിൽ പൊടിയടച്ചിരിപ്പുണ്ട്. ഒരു കാര്യമില്ല കേട്ടോ. ചുമ്മാ വെറുതെ 4 ഉദ്യോഗസ്ഥന്മാരിരുന്ന് മന്ത്രിമാരെ സൂചിപ്പിക്കാൻ വേണ്ടി എഴുതി ഉണ്ടാക്കും. അത്തരം റിപ്പോർട്ട് കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഒരു കൊലപാതകമുണ്ട്, ഇവിടെ ഒരു രാസലഹരിക്കാരനുണ്ട്. ഇവനെ എന്ത് ചെയ്യണം, പൂട്ടണോ തിരിക്കണോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ പറയും. എന്ന് മാത്രമല്ല ഇത് പറയും എന്നുള്ളത് നമ്മൾ നാട്ടുകാരോടും പറയും. നമ്മൾ തിരുവനന്തപുരത്ത് കോൺക്ലേവ് വിളിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിക്ക് നൽകുമെന്നും ഒരു അഭിമുഖത്തിലൂടെ മുഖ്യമന്ത്രിയുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു എന്ന് മാത്രമല്ല മെറിറ്റ് അടിസ്ഥാനത്തിൽ അതിൽ കർശനമായ നിശ്ചിതമായ നടപടികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാൻ വന്നത്, നമ്മുടെ നാട് വല്ലാത്ത ദുസ്സഹമായൊരു ജീവിത സാഹചര്യത്തിൽ പെട്ടിരിക്കുകയാണ്. കോവിഡിന് ശേഷം നമ്മൾ കണ്ട ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കാണാം. നിങ്ങൾക്കറിയാം ഒരു മനോരോഗിയുടെ മാനസിക നില എന്താണെന്ന്. ഒരു മനോരോഗിയുടെ മാനസിക നില എന്തുമാത്രം മോശമാണോ അതിനേക്കാൾ മോശമാണ് MDMA ധരിക്കുന്ന ഒരു രക്തസാക്ഷിയുടേത്. മുന്നിൽ നിൽക്കുന്നത് ആരെന്നറിയില്ല, താൻ ഏത് ജീവിത വഴിയിലാണെന്ന് അവൻ അറിയില്ല, അവൻ്റെ ബന്ധുക്കളുടെ പാരമ്പര്യം അവനറിയില്ല, അവൻ ജനിച്ച വീടിനെക്കുറിച്ച് അറിയില്ല. 10 മാസം ചുമന്ന് പേറ്റുന്നോവ് അനുഭവിച്ച പെറ്റ അമ്മയാണ് തൻ്റെ കണ്ണുമുള്ളിൽ നിൽക്കുന്നത്. അവൻ്റെ കൊലക്കത്തിക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അവൻ്റെ ഒരു മനസ്സിന് ശൈഥില്യം ബാധിച്ചു. നിങ്ങൾക്കറിയാം എത്ര മരുന്ന് കൊടുത്താലും ഒരു മാനസിക നില തെറ്റിയ ഒരാളിനെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ അത്ര എളുപ്പമല്ല എന്നുള്ളത്. അതുപോലെ പ്രയാസകരമാണ് ഈ ഒരു MDMA രാസലഹരി കഴിച്ച് ശീലിച്ച ഒരു അഡിക്റ്റ്. ഞാൻ പറഞ്ഞ നമ്മൾ അഡിക്ഷൻ സെൻ്ററുകളൊക്കെ ഒരുപാട് ഉണ്ടാക്കേണ്ടി വരും ഇങ്ങനെ പോയാൽ. അത് നമുക്ക് 2-3 കാര്യങ്ങളിൽ നമ്മൾ താല്പര്യം വെച്ചേ പറ്റും. ഒന്ന്, ഇതിൻ്റെ ഈ ഒളിവിടങ്ങളുണ്ട്. അതായത് ഇതൊക്കെ അയക്കുന്ന ഉറവിടം, ഈ ഉറവിടം കണ്ടെത്തി നമ്മൾ നശിപ്പിക്കണം. അത് നമ്മുടെ പോലീസ് സേന തുടങ്ങിയിട്ടുണ്ട്, എക്സൈസുകാരോ തുടങ്ങിയിട്ടുണ്ട്. 2ാമത് ബോധവൽക്കരണം. നമ്മുടെ ആളുകളോട് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ഇത് കഴിച്ചാൽ. അത് എനിക്ക് തോന്നുന്നത് ആർട്സ് വിഷയം പഠിച്ച എന്നെക്കാളും മെഡിക്കൽ വിഷയം പഠിച്ച നിങ്ങൾക്കായിരിക്കും ഇതിൻ്റെ ഒരു ശരീരഘടനയിലേക്ക് ഇത്തരം ഒരു മാരക ലഹരി ചെന്ന് കയറുമ്പോണ്ടാകുന്ന മാറ്റം എന്തൊക്കെയാണെന്ന് പഠിപ്പിക്കാൻ കഴിയുക നിങ്ങൾക്കാണ്. നിങ്ങളതിനൊരു താല്പര്യം എടുക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമായിരിക്കും അത്. കാര്യം നമ്മൾ ജനിച്ച മണ്ണാണിത്. ലോകത്ത് ഉള്ള ടൂറിസ്റ്റുകളൊക്കെ വിനോദസഞ്ചാരികളൊക്കെ കേരളം വന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഈ പലനില കെട്ടിടങ്ങളൊന്നുമല്ല, അമ്പരചുംബികളായ ആകാശം മുട്ടി നിൽക്കുന്ന കെട്ടിടങ്ങളും രമ്യകർമ്മങ്ങളും ഒന്നുമല്ല അവരെ ആകർഷിക്കുക. നമുക്ക് പഴയ പാരമ്പര്യത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ചില തറവാടുകളും വരിക്കാശ്ശേരി മനയൊക്കെ കാണുമ്പോഴാണ് അവർ സായിപ്പ് അമ്പരന്ന് പോകുന്നത്. ഒരു സായിപ്പ് ഒരുക്കി അന്തം വിട്ടുപോയി. ഞങ്ങൾ AK ആൻ്റണി താമസിക്കുന്ന തിരുവനന്തപുരത്തെ വീട്ടിൻ്റെ മുന്നിൽ കൂടെ പോവുമായിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം പ്രതിരോധ മന്ത്രിയായിട്ട് രാജ്യത്ത് വിലസുന്ന സമയമാണ്. ഞാൻ സായിപ്പിനോട് പറഞ്ഞു, എൻ്റെ സായിപ്പേ, ഞങ്ങളുടെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയുടെ വീടായിരുന്നു ചോദിച്ചു. സാഹിബ് ഇരുന്നങ്ങ് കണ്ടു ഈ വീട്. ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ സ്റ്റേയിങ് ഹിയർ. ഞാൻ വാട്ട് ഇസ് എ പ്രോബ്ലം? യെസ്, നോ സെക്യൂരിറ്റി ഇഷ്യൂസ്. ഞാൻ എന്ത് സെക്യൂരിറ്റി? അങ്ങനെക്കെതിരെ അങ്ങനെ തോക്കെടുക്കാനെങ്കിലും ധൈര്യപ്പെടുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. സാഹിബ് പിന്നെയും തിരിഞ്ഞ് നോക്കുക, ഈ കെട്ടിടത്തിൽ തന്നെയായിരിക്കും പുള്ളി യു മീൻ ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ഞാൻ യെസ് യെസ് യെസ്. പിന്നെ എൻ്റെ ഇംഗ്ലീഷ് കേട്ട് സാഹിബ് ഇനി കൂടുതൽ ചോദിക്കേണ്ടതെന്ന് ചോദിച്ചാൽ എൻ്റെ കൂടെ നടന്നു. കാര്യം സാഹിബിന് ആദ്യമായിട്ടാണ് മനസ്സിലായി ഇംഗ്ലീഷ് ഇങ്ങനെയും പറയാമെന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് പുള്ളിക്ക് ഒരു തിരിച്ചറിവായിരുന്നു. അതുകൊണ്ട് പുള്ളി എൻ്റെ കൂടെ നടന്നു. ഇതൊരു അത്ഭുതകരമായ സാഹചര്യമാണ്. നമ്മുടെ നാട്ടിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. അപ്പം നമ്മുടെ നാട്ടിൻ്റെ പച്ചപ്പും ശരിക്കും ഈ 365 ദിവസവും കൃഷി ഇറക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏക സംസ്ഥാനമാണ് കേരളം. നമ്മൾ പലതിലും 1ാം സ്ഥാനത്താണ്. നമ്മൾ കേരളത്തിൽ എന്തുണ്ടെന്നും ചോദിക്കരുത്, കേരളത്തിൽ പലതുമുണ്ട്. അപ്പോൾ നമ്മളെ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ മാത്രമല്ല, ബഹിരാകാശത്തേക്ക് പലതും നിക്ഷേപിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് ഈ കേരളം എന്ന് പറയുന്ന ഈ പച്ചപ്പുള്ള മണ്ണ് മനോഹരമായ ഭാരതപ്പുഴ പോലെ, കല്ലടയാറ് പോലെ, പമ്പായാറ് പോലെ ഒഴുകുന്ന എത്രയോ നല്ല 44 നദികളുടെ ഒരു പൊന്നരഞ്ഞാണം ഭൂമിക്ക് ചാർത്തും പുഴയുടെ എന്ന് പറഞ്ഞൊരു ഒരു പഴയ പാട്ടുണ്ടല്ലോ, വയലാർ എഴുതിയ പാട്ടാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഇത്രയും സമ്പന്നമായ ഒരു മണ്ണിൽ ലഹരി പടർന്ന് കാർമേഘഭരിതമായി
നമ്മൾ നാമാവിശേഷമാകുന്നൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ മണ്ണിനെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടെ തന്നെ ജീവിക്കണം. ഇവിടെയാണ് നമ്മൾ പിറന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അവതാര ലക്ഷ്യം എന്ന് പറയുന്നത് കുറച്ച് കാലത്തേക്കെങ്കിലും ഇത് ഒരാളെ നിങ്ങൾക്ക് ജീവിതത്തിൽ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ ധന്യരായി എന്ന് ഞാൻ പറയും. കാരണം ഇതൊരു ചരിത്ര പ്രതിസന്ധിയിലാണ്, ഒരു ദശാസന്ധിയിൽ പെട്ടുപോയിരിക്കുക നമ്മൾ. അപ്പോൾ ഈ ദശാസന്ധിയിൽ നിന്ന് കരകയറണം എങ്കിൽ എല്ലാവരും, എസ്പെഷ്യലി ചെറുപ്പക്കാർ, എനിക്ക് തോന്നുന്നത് ഈ ചെറുപ്പക്കാരൊക്കെ വളരെ സീരിയസ് ആയിട്ട് ജീവിതത്തെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ തലമുറയെക്കാളും ഒരുപാട് വിവരമുള്ളവരാണ് നിങ്ങൾക്ക് വിരൽത്തുമ്പിൽ വിജ്ഞാനമുണ്ട്. കാര്യം കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ലോകത്തിനുണ്ടായ ശാസ്ത്ര നേട്ടം എല്ലാ കാലത്തും ഉണ്ടായ നേട്ടങ്ങളെക്കാളും വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. കാര്യം ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ AI നിർമ്മിത ബുദ്ധിയൊക്കെ വന്നതിന് ശേഷം ഇപ്പം നമുക്കൊക്കെ പേടിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പം അച്ഛൻ ഇവിടെ ഇരിക്കുന്നു, നാളെ നിങ്ങളിൽ വിദ്യാർത്ഥിക്ക് പോയിട്ട് ChatGPT അടിച്ച് ഈ അച്ഛൻ്റെ ഡീറ്റെയിൽസ് പറയുമെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ പറഞ്ഞു തരും ഈ അച്ഛൻ എങ്ങനെയൊക്കെയാണ് ആൾ എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്, എന്തൊക്കെയാണ് ജീവിതം എന്ന് പറഞ്ഞു തരും. അപ്പോൾ ഞാൻ ഈയിടയ്ക്ക് എൻ്റെ പെങ്ങളുടെ മകൻ അമേരിക്കയിൽ കാലിഫോർണിയയിലുണ്ട്. അപ്പോൾ കാലിഫോർണിയയിലുള്ള മരുമോൻ എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചു. ഞാൻ അങ്കിളിൻ്റെ മാമൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ChatGPT ചോദിച്ചു. ഞാൻ പേടിച്ചു പോയി. ഈ ChatGPT വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കാണുമെന്ന് എൻ്റെ പേടി. എന്നിട്ട് കാരണം ChatGPT ഇല്ലേ വല്ലതും മറച്ചു വെക്കാൻ നോക്കൂ. അപ്പം ഭാഗ്യത്തിന് AI എൻ്റെ അടുത്ത് ഏറ്റില്ല. AI ഉണ്ടല്ലോ, മനുഷ്യനോടൊരു പരിഗണന ഉണ്ടല്ലോ, ഏറ്റില്ല. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞു നീ ഇന്ന് അടിച്ച് നോക്കിയിരിക്കട്ടെ, ഇനി മേലെ അടിച്ച് നോക്കണ്ടെന്ന് പറഞ്ഞു. കാര്യം നമ്മൾ വള്ളി നിക്കറിട്ട് കടത്ത് വേലിയാടിയ കഥകൾ മൊത്തം ChatGPT ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ചുമ്മാ ലോകം അറിയും. അതല്ല, ഇപ്പോൾ ഈ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന സംവിധാനം വന്നതിന് ശേഷം മനുഷ്യൻ്റെ കഴിവിനേക്കാളും ഒരു 1000 വട്ടം ഇരട്ടിയിൽ യന്ത്രം ചിന്തിക്കുന്നുള്ളൊരു കാലത്താണ്. ഇതൊക്കെ അറിയാനുള്ള ഒരു കാര്യശേഷിയും ബോധവും എൻ്റെ തലമുറയെക്കാളും നിങ്ങളുടെ തലമുറയ്ക്കുണ്ട്. പക്ഷേ നിങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ചരിത്ര ദൗത്യം നിങ്ങളത് പിൻവാങ്ങരുത്. കാരണം ഈ മണ്ണുണ്ടെങ്കിലേ നമ്മളുണ്ടെങ്കിലേ ലോകമുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അപ്പോൾ ഞാൻ ഇനി ഇതിൽ കൂടുതൽ പറയുന്നില്ല. കാരണം വോക്കൽ കോഡൊക്കെ ഒരുവിധം ചീത്തയായി തുടങ്ങി, കിഴുത്തല വീണ് തുടങ്ങി. അപ്പോൾ ഇതിൽ കൂടുതൽ ഇനി കിഴുത്തല കൂട്ടിയാൽ അങ്ങോട്ട് പോകുമ്പോൾ കാസർഗോഡ് വരെ പോകാനുള്ളതാണ്. അപ്പോൾ ഈ ചൂട് സമയത്ത് 39-37 ഡിഗ്രിയിൽ സെൽഷ്യസിൽ നിൽക്കുന്ന ഈ ചൂട് സമയത്ത് എന്നെപ്പോലെ അല്ലെങ്കിൽ അനുജയെ പോലെ അല്ലെങ്കിൽ സ്മിതയെ പോലെ AC മുറിയിൽ നിന്ന് വാർത്തയൊക്കെ വായിച്ച് അത്യാവശ്യം കുഴപ്പമില്ല, ഇടയ്ക്ക് ഉഴുന്നോടെയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ വാർത്ത വായിക്കുക, ഇങ്ങനെയൊക്കെയുള്ള നല്ല സംരംഭത്തിൽ പോയിരുന്ന ആൾക്കാർ വെയിൽ കൊള്ളാൻ ഇറങ്ങുമ്പം നിങ്ങളാ ചരിത്ര ദൗത്യത്തിന് ഒരു പ്രാധാന്യമുണ്ട് എന്ന് തിരിച്ചറിയുക. ഞാൻ അറിഞ്ഞിടത്തോളം കാര്യങ്ങൾ എന്നെ വല്ലാതെ ഖിന്നനാക്കുന്നു. നിങ്ങളെപ്പോലെ എനിക്കും വല്ലാത്ത ആശങ്കയുണ്ട്. അമ്മമാരുടെ കണ്ണുനീര്, അമ്മമാരുടെ വേദന. അതായത് 1-2 കുട്ടികളാണ് ഓരോ വീട്ടിലുള്ളത്. ആ കുട്ടികൾക്കൊക്കെ ഇത്രയും മഹാ അപകടം വരുന്നു എന്നറിയുമ്പം മാതാപിതാക്കൾക്കുണ്ടാകുന്ന ടെൻഷൻ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. മാത്രമല്ല, ഈ അമ്മയെന്ന് വിളിച്ച നാവ് കൊണ്ട് വേറെ വേണ്ടാത്ത വാക്കുകൾ വിളിച്ചിട്ട് അമ്മയുടെ നെഞ്ചിലൊക്കെ കത്തി ഇറക്കാൻ ഒരു തലമുറ തയ്യാറാകുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. ഞാൻ എൻ്റെ അമ്മയെ കൂടുതൽ അടുത്തറിയുകയാണ്. ഈ പുതിയ തലമുറ, ഞാൻ എൻ്റെ അമ്മയൊക്കെ മരിച്ചു പോയതാണ്, എന്നാൽ പോലും ഞാൻ എൻ്റെ അമ്മയിലൂടെ ലോകത്തെ കാണാൻ ശ്രമിച്ച ഒരാളാണ്. അമ്മയുടെ കണ്ണുകളിൽ സ്ഫുരിക്കുന്ന പ്രകാശമാണ് എൻ്റെ ജീവിത പന്താവിലുടനീളം എനിക്ക് വെളിച്ചം വിതറിയത്. ആ വെളിച്ചത്തിന് നമ്മൾ കാണാത്ത ഒരു സ്വർണ്ണ തിളക്കമുണ്ട്. ആ തിളക്കം പുതിയ തലമുറയ്ക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ MDMA കഴിച്ചു കഴിഞ്ഞാൽ ആ തിളക്കമല്ല, അവിടെ കൂരിരുട്ടായിരിക്കും. ഈ അന്ധകാരത്തിൽ തിമിരം ബാധിച്ചൊരു ജനതയായിട്ട് മാറുന്ന കുറച്ച് ആളുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അവരെ നേർവഴി പിടിച്ച് നടത്താനും അവർക്ക് കൈത്താങ്ങാകാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ കുറച്ച് പേരെങ്കിലും എൻ്റെ ഈ പ്രഭാഷണം കൊണ്ട് നിങ്ങൾക്ക് ചിലത് ചെയ്യാനുണ്ടെന്ന് തോന്നലുണ്ടായാൽ ഞാൻ കൃതാർത്ഥനായി. അപ്പോൾ നമുക്ക് അണിചേരണം. നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കും. ഇവിടെ സാധാരണ പ്രതിജ്ഞയല്ല, ചോര കിനിയുന്ന ആത്മാർത്ഥതയിൽ നമ്മൾ ഈ പ്രതിജ്ഞ എടുക്കണം. കാരണം പുറത്തേക്ക് ജനാല തുറക്കുമ്പോൾ ഈ ജനാലയിലൂടെ നമ്മൾ കാണുന്നത് ഇരുട്ട് പരക്കുന്നതാണ്. ഇരുട്ട് പരക്കുന്ന ഈ അവസ്ഥ നമുക്ക് മാറ്റിമറിക്കണം. അതിനുവേണ്ടിയുള്ളൊരു പ്രതിജ്ഞയായിരിക്കും. അപ്പം ബാക്കി നമ്മുടെ CEO ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് പ്രതിജ്ഞയിലേക്ക് കടക്കാം. എന്താ CEO? ഫാദർ ഇവിടെ CEO ഒന്നും ആരും വിളിക്കില്ലായിരിക്കും അല്ലേ? അതായിരിക്കും. നിങ്ങൾ ഇടയ്ക്കൊക്കെ CEO ഒന്ന് വിളിക്കണം. അതാ ഫാദർ ഒന്ന് ഞെട്ടി ഞാൻ CEO എന്ന് വിളിച്ചപ്പം. ഫാദർ, ഞാൻ ഈ പോസ്റ്റൊക്കെ വലിയ രീതിയിൽ കാണുന്ന ഒരാളാണ്. ഞാൻ വന്നപ്പോഴേ ഫാദറിൻ്റെ ആ പുസ്തകത്തിനകത്ത് നോക്കിയായിരുന്നു. ഫാദറിൻ്റെ പോസ്റ്റ് എന്ത് വന്നു, എനിക്ക് വലിയ ബഹുമാനമായി. ആദ്യമേ തന്നെ ഫ്ലവേഴ്സ് 24 ചാനലിൻ്റെ SKN 40 വർഷം പൂർത്തിയാക്കുമ്പോൾ എല്ലാവിധ അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും പുഷ്പഗിരിയിൽ നിന്ന്. താങ്ക് യു ഫാദർ. ഇരുന്ന് വാർത്ത വായിക്കുമ്പോൾ അത് കേൾക്കാൻ രസമില്ലായിരുന്നു. പക്ഷേ SKNൻ്റെ ഈ ചാടിച്ചാടിയുള്ള വാർത്ത വായന ഞങ്ങളെ ഒത്തിരി ആകർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ഇംപ്രഷൻ വളരെ നന്നായിട്ട് ഞങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. വാർത്തയിൽ
ഒരു രസമുണ്ട്, ഒരു സത്യമുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നന്നായിട്ട് കയറുന്നുണ്ട്. മറക്കാതിരിക്കാനായിട്ട് നമ്മളെ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. ലഹരിക്കെതിരെ ഈ ഒരു യുദ്ധം ഈ തിരുവല്ലയിലെ പുഷ്പഗിരിയും ഞങ്ങൾ മുഴുവൻ സ്ഥാപനങ്ങളും തിരുവല്ല മുഴുവനും ചേർന്ന് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവല്ല റൺ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞ് ഞങ്ങളൊരു കൂട്ടയോട്ടം ഇവിടെ നടത്തി, ഒരു മാരത്തൺ നടത്തി. അത് ഞങ്ങളും അതിൻ്റെ ഭാഗമായിരുന്നു. വളരെ വിജയകരമായിട്ടത് പൂർത്തിയാക്കാൻ സാധിച്ചു. ലഹരിക്കെതിരെ പോരാടുമ്പോൾ വളരെ ആശങ്കയോടുകൂടിയാണ് പ്രത്യേകിച്ചും ഞങ്ങൾ ഈ പുഷ്പഗിരിയിലുള്ളവരായിരിക്കുക. കാരണം അത് ഒരു യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ ശത്രുക്കൾ എപ്പോഴും ഉണ്ടാകും. ശത്രുക്കൾ നമ്മളെക്കാട്ടിലും വിജിലൻ്റ് ആണ് എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ സാധിക്കത്തില്ല. നമ്മളുടെ പോരായ്മ എന്താണെന്ന് മനസ്സിലാക്കി അവരതിന് തടയിടാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ലഹരി അരുത്, അക്രമം അരുത് എന്ന് പറയുമ്പോൾ അതിന് എന്താണ് നമുക്ക് നിർദ്ദേശിക്കാനായിട്ടുള്ളത് എന്നുള്ള കാര്യം, പ്രത്യേകിച്ചും നമ്മളുടെ നിയമത്തിൻ്റെ പഴുതുകളാണ് ഇതിനെ എപ്പോഴും അത് ഉപയോഗിക്കുന്നവരും അത് പങ്കുവെക്കുന്നവരും അതിനുവേണ്ടി ഉപോത്ബലകമായിട്ട് എടുക്കുന്നത്. നിയമത്തിൽ വളരെ പഴുത്, ഞാനിത് ഉപയോഗിക്കാൻ വേണ്ടി ഒരു പഴുത് പറഞ്ഞു തരികയില്ല. നമുക്കറിയാം, കേരളത്തിൽ കഞ്ചാവ് പിടിച്ച് കേസാക്കണമെങ്കിൽ അത് 1 കിലോ തികച്ചുണ്ടെങ്കിൽ മാത്രമേ കേസാക്കാൻ സാധിക്കത്തുള്ളൂ. 999 ഗ്രാമും കൊണ്ട് ഒരാൾ വിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും കേസാകത്തില്ല, സ്വന്തം ജാമ്യത്തിൽ പോകാം എന്നാണ് ഒരു പോലീസ് ഓഫീസർ എന്നോട് ഷെയർ ചെയ്തത്. അതുകൊണ്ട് നിയമം വളരെ കർശനമാക്കണം. അത് ചെറിയ ഒഫൻസ് ആണെങ്കിലും വലിയ ഒഫൻസ് ആണെങ്കിലും അത് തടയാനായിട്ടുള്ള ഒരു ഉപാധിയായിട്ട് നിയമം വരണം. നമ്മുടെ ഇവിടുത്തെ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം നടന്നതിന് ശേഷം ശിക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു നിയമമാണ് നമുക്ക് പ്രാബല്യത്തിലുള്ളത്. മറിച്ച് കുറ്റകൃത്യങ്ങൾ തടയാൻ മാത്രം പ്രാപ്തിയുള്ള ശക്തമായ ഒരു നിയമമാണ് നമുക്ക് വേണ്ടുന്നത്. നിയമത്തോട് മനുഷ്യർക്കൊരു ബഹുമാനവും ഒരു ഭയവും ഉണ്ടായെങ്കിൽ മാത്രമേ ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിന് എല്ലാവിധമായ വിജയ ആശംസകളും ഇവിടെ നിന്ന് നേരുന്നു. രണ്ടാമതൊരു കാര്യം പറയാനായിട്ടുള്ളത്, എൻ്റെ കൊച്ചനുജന്മാരോടും അനുജത്തിമാരോടും ഒക്കെ പറയാനായിട്ടുള്ളത്, ജീവിതത്തോടാണ് നമുക്കൊരു ലഹരി തോന്നേണ്ടത്. നമ്മൾ രാസവസ്തുക്കളോടും നമ്മെ അല്പസമയം ഒന്ന് വിഭ്രാന്തിയിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളോടുമല്ല. ജീവിതം ഒരു ലഹരിയാണ് എന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അവസാനമായിട്ടൊരു അപേക്ഷയുണ്ട്. അച്ഛന്മാരും നിങ്ങളുടെ ടീച്ചർമാരും നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യരുത്, നോ എന്ന് പറയുമ്പോൾ അതിനോടുള്ള റെസ്പോൺസ് പലപ്പോഴും റിയാക്ഷൻസ് ആയിട്ടാണ് വരുന്നത്. അത് വളരെയധികം ഭയപ്പെടുത്തുന്നുണ്ട്, വേദനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ട് കേട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് 24-ൽ SKN ഇവിടെ വിളിച്ചിരുത്തിക്കൊണ്ടുവന്ന് പറയിപ്പിക്കുന്നത്. SKN കൃത്യമായിട്ട് പറയണം, ഇവരോട് പറയണം, ഇത് അപകടമാണ്, ഞങ്ങൾ തിരിച്ചറിഞ്ഞു, ഇത് കുഞ്ഞുങ്ങളും ഈ തലമുറയും തിരിച്ചറിയണം, ഇത് അപകടമാണ് എന്ന്. അതുകൊണ്ട് ഈ അപകടത്തിനെതിരെ, ഈ ശത്രുവിനെതിരെ ഒരുമിച്ച് യുദ്ധം ചെയ്യാനായിട്ട് പുഷ്പഗിരി എപ്പോഴും ഈ നാടിനോടും ഈ സംസ്ഥാനത്തോടും ഈ രാജ്യത്തോടും ഒപ്പം ഉണ്ട്. നല്ല ബലമുള്ള നല്ല ഒരു തലമുറയെ, സ്നേഹം പങ്കുവയ്ക്കുന്ന, മാതാപിതാക്കളെ കരുതുന്ന, പരസ്പരം സഹായിക്കുന്ന നല്ല ഒരു തലമുറയെ വാർത്തെടുക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നു. അതിനോടൊപ്പം തന്നെ എല്ലാവിധമായ ആശംസകളും പുഷ്പഗിരിയിലേക്ക് സ്വാഗതം. താങ്ക് യു ഫാദർ, താങ്ക് യു. എനിക്ക് തോന്നുന്നു ഇനി വാർത്താമുറികളിൽ മാത്രം നിങ്ങൾ കണ്ട മുഖമാണ് അനുജ. അപ്പം അനുജ 2 വാക്ക്. ഹലോ പുഷ്പഗിരി, എല്ലാവർക്കും സുഖമല്ലേ? ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും കുട്ടികൾ ഞങ്ങളെ കേൾക്കാൻ ഇത്രയും സമയം ക്ഷമയോടെ ഇരിക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. പക്ഷേ ഞങ്ങളിപ്പോൾ ഈ വാർത്താമുറിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് ആശങ്ക, ഭയാനകം, ഭീതി, ഇതൊക്കെയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു വാർത്താ ബുള്ളറ്റിൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ആയിരിക്കും ഒരു ബുള്ളറ്റിൻ പോകുന്നത്, തുടർച്ചയായിട്ട് ലൈവ്. അതിൽ തന്നെ 3-4 സംഭവങ്ങൾ പലയിടങ്ങളിൽ നിന്നാണ്, നമ്മുടെ കേരളത്തിൽ പലയിടങ്ങളിൽ നിന്നാണ് ഇങ്ങനെ ലഹരി പിടികൂടി, അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചു, അതിനെ തുടർന്നുണ്ടായ അക്രമം, കൊലപാതകം, ഇത്തരം വാർത്തകൾ ഇങ്ങനെ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മളൊക്കെ ചിന്തിക്കാൻ തുടങ്ങി, ഇതെന്താണ് സംഭവിച്ചത്, നമ്മളുടെ കേരളത്തിന് എന്ത് സംഭവിച്ചു? ഇതല്ല നമ്മുടെ കേരളം, നമുക്കെല്ലാവർക്കും അറിയാമല്ലേ നമ്മുടെ കേരളം എന്താണെന്ന്. അങ്ങനെയാണ് ഇപ്പോൾ SKN സംബന്ധിച്ച് 40 വർഷമായി അദ്ദേഹം ദൃശ്യമാധ്യമ മേഖലയിലുണ്ട്.
അതൊരു ആഘോഷമായി തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാൽ അതൊരു ആഘോഷത്തിലേക്ക് പോകാതെ പകരം ഒരു സോഷ്യൽ കോസ് എന്ന രീതിയിൽ അതിനെ ഏറ്റെടുത്തുകൊണ്ട് എങ്ങനെയാണ് നമുക്കൊരു മാധ്യമം എന്ന രീതിയിൽ ഉത്തരവാദിത്തത്തോടെ ഈ ലഹരിക്കെതിരായ വിപത്തിൽ നമുക്ക് പോരാട്ടം നടത്താൻ കഴിയും എന്ന് ചിന്തിച്ചാണ് ഇങ്ങനെയൊരു ഉദ്യമത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള യാത്ര, ഇപ്പോഴത്തെ ചൂട് നമുക്കൊക്കെ അറിയാം, അതികഠിനമാണ്. SKN പക്ഷേ അദ്ദേഹം ഉറച്ച തീരുമാനത്തിലാണ്. കാസർഗോട്ടെത്തി ഇതിൻ്റെ ഈ യാത്രയിൽ നിന്ന് നമ്മൾ ശേഖരിക്കുന്ന വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് കൈമാറി. മുഖ്യമന്ത്രി ഇതിനോടകം തന്നെ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഇതിൽ ഒരു നടപടി ഉണ്ടാകും, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കൂടി സമർപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം കൂടി നമുക്കുണ്ട്. SKN 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഈ യാത്രയിലാണ്. ഞങ്ങൾ മാറി മാറി പല സ്ഥലങ്ങളിലും വരും. കഠിനമായ ചൂടാണ്, എങ്കിൽ പോലും ഈ ചൂടൊന്നും നമ്മളെ അലട്ടുന്നില്ല. കാരണം നമ്മളുടെ മുൻപിൽ നിൽക്കുന്നത് നമ്മുടെ അടുത്ത തലമുറയാണ്. നമ്മുടെ പുതുതലമുറയെ കൈവിട്ടു പോകരുത് എന്നുള്ള ആ ഒരു വാശി അത് നമുക്കൊക്കെയുണ്ട്. കാരണം പുറത്തു വരുന്ന വാർത്തകളെല്ലാം കുട്ടികൾ എങ്ങനെയാണ് ഇത്തരം ലഹരിക്ക് അടിമയായിട്ടുള്ളത് എന്നതിൻ്റെ ഏറ്റവും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഏറ്റവും ഒടുവിലായി നിങ്ങൾക്കൊക്കെ അറിയാം, കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റൽ ഇല്ലേ, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ? അവിടെ എന്താണ് സംഭവിച്ചത്? ഒരു ഹോസ്റ്റൽ, അവിടെ ഒട്ടേറെ കുട്ടികൾ ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ രാസലഹരികൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അതൊരു വിപണന കേന്ദ്രം കൂടിയായിരുന്നു എന്നുള്ളിടത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ ഒരു തടസ്സവുമില്ലാതെ ഇങ്ങനെ ഇത് വിൽക്കാനുള്ള സാധനങ്ങൾ, അത് ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ, തൂക്കി വിൽക്കാനുള്ള ത്രാസ് ചെറിയ ചെറിയ പൊതികളിലാക്കി ഇത് വിൽക്കാൻ വച്ചിരിക്കുകയാണ്. അപ്പം നേരത്തെ ഫാദർ പറഞ്ഞതുപോലെ 1 കിലോയിൽ താഴെയാണെങ്കിൽ ഇത് സ്റ്റേഷൻ ജാമ്യത്തിലൊക്കെ വിട്ടയക്കും. അങ്ങനെയൊക്കെയാണ് നിയമം പോകുന്നത്. അതിൽ പഴുതുകളുണ്ട്. ആ തരത്തിലേക്ക് ചെറിയ പൊതികളിലാക്കി വച്ചിരിക്കുകയാണ്. ഇതെല്ലാം പോലീസ് കണ്ടെടുത്തു. നമ്മളൊക്കെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഞെട്ടലോടെ കാണുകയാണ്. ഈ കുട്ടികളുടെ പ്രായം എത്രയാണെന്നറിയാമോ? 21 വയസ്സൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഇതിൽ പിടിക്കപ്പെട്ട കുട്ടികളുടെ പ്രായം എന്ന് പറയുന്നത്. നിങ്ങളിൽ പലർക്കും ആ പ്രായമോ അതിൽ താഴേക്കുള്ള പ്രായമുള്ള കുട്ടികളാകാം. 21 വയസ്സെന്നൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിൽ ഈ തലച്ചോറിൻ്റെ മുൻഭാഗമൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സ്റ്റേജാണ് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രയുമേ പ്രായമായിട്ടുള്ളൂ. അതിനു മുൻപ് തന്നെ ഇതിനൊക്കെ അടിമകളായി വരികയാണ്. അവർക്ക് പൈസ ഉണ്ടാക്കാനുള്ളൊരു മാർഗം കൂടിയായി ഇതിനെ കാണുകയാണ്. ഒരു ബണ്ടിൽ വിറ്റാൽ 6000 രൂപ ലാഭം. ഇതിൽ പിടിക്കപ്പെട്ട ഒരാൾ പറഞ്ഞതാണ്. ഒരു ബണ്ടിൽ 18,000 രൂപയ്ക്കാണ് അവർ വിൽക്കുന്നത്. 6000 രൂപ കൂടി ലാഭം കിട്ടത്തക്ക രീതിയിൽ 24,000-ന് അവർ വിൽക്കുകയാണ്. ഈ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതെങ്ങോട്ടേക്കൊക്കെ പോയിട്ടുണ്ടാകാം. ഈ മേഖലയിലൊക്കെ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉള്ളതാണ്, കളമശ്ശേരി പരിസര പ്രദേശങ്ങളിലൊക്കെ. അപ്പോൾ എങ്ങോട്ടേക്കൊക്കെ ഇത് പോയിട്ടുണ്ടാകാം എന്നുള്ള ആശങ്ക. ഏറ്റവും പ്രധാനം ഇത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ്. എവിടെ നിന്നാണ് ഇത് വരുന്നത്, ഇതിൻ്റെ ഉറവിടം എവിടെയാണ്, അത് കണ്ടെത്തുന്നതിലേക്ക് നമ്മുടെ പോലീസും എക്സൈസും ഒക്കെ മികച്ച പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇത് ഇപ്പോഴാണോ ഇത്രയും പ്രവർത്തനം ഉണ്ടാകുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഈ സമയത്ത് ഇത് ഇത്രയും കൂടി വരുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കൂടുതലായി നമ്മളുടെ നാട്ടിൽ ഇത് പിടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളിടത്താണ്. അപ്പോൾ അവിടെ നമ്മൾ പോലീസും എക്സൈസും ഒക്കെ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയുമേ ഉള്ളൂ. നമ്മുടെ പുതുതലമുറ ഒരു കാരണവശാലും നമ്മൾ ലഹരിക്കൊന്നും വിട്ടുകൊടുക്കാൻ പാടില്ല. നിങ്ങൾ മെഡിക്കൽ മേഖലയിൽ ഉള്ളവരാണ്, നിങ്ങൾക്കിതിൻ്റെ വിപത്തിനെക്കുറിച്ച് കൂടുതൽ അറിയാം. അപ്പോൾ നിങ്ങൾക്കിതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമുക്കൊപ്പം ഒരാൾ പോലും ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ന നിശ്ചയദാർഢ്യത്തോടെ നിങ്ങളും ഒറ്റക്കെട്ടായി ഈ ലഹരിക്കെതിരെ, ലഹരി എന്ന മാരക വിപത്തിനെതിരെ നിൽക്കുക. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു. അപ്പോൾ ഫാദർ MB കൂടി ഇങ്ങോട്ട് ക്ഷണിക്കണം. പത്തനംതിട്ടയുടെ സ്വന്തം ആരാധനായ MP ശ്രീ ആൻഡോ ആന്റണിയെ ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ലഹരിക്കെതിരെ ഒരുമിച്ച് പോരാടാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഏറ്റവും ബഹുമാനായ പയ്യമുള്ളച്ചൻ, നമ്മുടെ മാധ്യമരംഗത്ത് 4 പതിറ്റാണ്ടായി കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ നായർ, മറ്റ് വേദിയിലെ
പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ളവർ, സത്യത്തിൽ വളരെ അഭിമാനം തോന്നുന്ന ഒരു യാത്രയാണ്. ഒരു മാധ്യമം തന്നെ നേരിട്ട് ഇന്ന് നമ്മുടെ സമൂഹത്തെ കാർന്നു നിന്നുന്ന ഏറ്റവും വലിയ വിപത്തിനെതിരെയുള്ള ഒരു ബോധവൽക്കരണമായി കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ വലിയ അഭിമാനകരമാണ്. ഞാൻ ആ ശ്രീകണ്ഠൻ നായരെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ട മറ്റൊരു കാര്യം, 40 വർഷം അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് കൊണ്ട് അദ്ദേഹം സ്വന്തമായി മാധ്യമപ്രവർത്തന രംഗത്ത് തലയെടുപ്പോടെ നിൽക്കുകയാണ്. കേരളത്തിൽ ഒരു മലയാളിയുടെ അടുത്തൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത അത്രയും നല്ലൊരു വ്യക്തിത്വമായി നിൽക്കുകയാണ്. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇത്തരമൊരു നല്ല സംരംഭത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ അത് സമൂഹത്തിലേക്ക് കുറേ കൂടെ ഫലപ്രദമായി ഈ ലഹരിക്കെതിരെയുള്ളൊരു ചിന്ത പുതിയ തലമുറയുടെ മനസ്സിൽ കടത്തിക്കൊണ്ടുവരാൻ സഹായിക്കുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ നമുക്കിന്ന് പുറത്തിറങ്ങി ആളുകളോട് ഇടപെടാൻ തന്നെ പലർക്കും മടിയാണ്. പലരും സംസാരിക്കുമ്പോൾ പറയും, എന്താണ് ഒരു പ്രശ്നം ഉണ്ടാകുന്നിടത്ത് എന്നാലോ, നാളാരും കൂടുന്നിടത്ത് എന്നാലോ, ഒരു അപകടം ഉണ്ടാകുന്ന സ്ഥലത്തൊന്നും ഞങ്ങളാരും പലരും അങ്ങോട്ട് ചെല്ലാറില്ല എന്ന് പലരും ഞങ്ങളെയൊക്കെ കാണുമ്പോൾ പറയാറുണ്ട്. കാരണം എന്താണ് അന്ന് ആർക്കും ആരുടെ കാര്യത്തിലൊരു നിശ്ചയമില്ലാത്ത രീതിയിൽ ഒരു പരിഭ്രാന്തിയുടെ അന്തരീക്ഷം നമ്മുടെ നാട്ടിലുണ്ട്. മുമ്പ് പഞ്ചാബായിരുന്നു ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, ഇപ്പം കേരളമായി ഹെഡ് ക്വാർട്ടേഴ്സ്. പഞ്ചാബിലെ വളരെ ദീർഘകാലത്തെ കഠിനാധ്വാനം കൊണ്ട് അവരതിൽ നിന്ന് പുറകോട്ട് വന്ന് വളരെയേറെ ലഹരി ക്കെതിരെയുള്ള പോരാട്ടത്തിൽ അവർക്ക് മുന്നോട്ട് പോയി. പക്ഷേ നമ്മുടെ ഈ കൊച്ചു കേരളം ഇത്രയും വിദ്യാസമ്പന്നമായ, ലോകം മുഴുവൻ അറിയുന്ന, ലോകത്തെല്ലായിടത്തും ഉള്ള മാറ്റങ്ങൾ കാണുന്ന, ഇതേക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ കെൽപ്പുള്ള ഒരു തലമുറയാണ് ഇത്തരത്തിലുള്ളൊരു വിപത്തിലേക്ക് പോകുന്നതെന്നറിയുമ്പോൾ അതേ സംബന്ധിച്ച് നമുക്ക് വളരെയേറെ, നമ്മുടെ മനസ്സിനെ വളരെയേറെ വേദനിപ്പിക്കുന്ന ഒന്നായി മാറുകയാണ്. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങൾ അമ്മയാര്, അച്ഛനാര്, സഹോദരങ്ങളാരെന്ന് പോലും തിരിച്ചറിയാതെ ആരെയും കൊല്ലാനും ആരെയും ആക്രമിക്കാനും ആരോടും ഏതു തരത്തിലും പെരുമാറാനൊക്കെ കഴിയുന്നൊരു മാനസികാവസ്ഥ വളർന്നു വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു അച്ഛനും അമ്മയും, പ്രായമായ ഒരു അച്ഛനും അമ്മയും എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പറയാൻ കഴിയില്ല. മകൻ വീട്ടിൽ വരുന്ന പേടിയാണെന്നാണ് അവർ പറയുന്നത്. കാരണം അത്തരത്തിലുള്ള എത്രയോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നു. അപ്പോൾ അതിനെതിരെയുള്ളൊരു ബോധവൽക്കരണം എന്ന് പറയുന്നത് ഈ സമൂഹത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തമാണ്. ശ്രീകണ്ഠൻ നായരെയും 24നെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞാനിന്ന് വൈകുന്നേരത്തെ ടൗണിലെ ചടങ്ങിലാണ് പങ്കെടുക്കേണ്ടത്. പക്ഷേ എനിക്കതിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നറിഞ്ഞപ്പോഴാണ് പുഷ്പഗിരിയിലുണ്ടെന്ന് പറഞ്ഞത്. പുഷ്പഗിരി ഞങ്ങളുടെ ഒരു സ്വന്തം സ്ഥാപനമാണ്. അതുകൊണ്ട് ഇവിടെ എപ്പോഴും വരകയും എപ്പോഴും കടന്നു വരാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് പുഷ്പഗിരി. അതുകൊണ്ട് പുഷ്പഗിരിയിലേക്ക് ഞാൻ വരികയാണ് എന്ന് പറഞ്ഞ് വന്നതാണ്. എന്തായാലും ഈ ചടങ്ങിന് എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. സ്മിത ഹരിദാസ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു കുഞ്ഞു കഥയും ഒരു 4 വരി കവിതയും അത്രയേ ഉള്ളൂ. അതിൽ കൂടെ എനിക്ക് പറയാനുള്ളത് പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു അരുത് അക്രമം, അരുത് ലഹരി എന്നുള്ള ചിന്തയുമായി SKN സാർ ഇങ്ങനെ പോരുമ്പോൾ ഒരുപാട് കോണുകളിൽ നിന്ന് ചോദ്യങ്ങൾ വന്നു. ഓൾറെഡി ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞു. കടൽ പോലെ കിടക്കുകയാണ് ഈ മയക്കുമരുന്നിൻ്റെ സാമ്രാജ്യം. കുട്ടികളൊക്കെ തന്നെ അതിനടിമപ്പെട്ടു പോയിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങളൊരു സ്റ്റെപ്പ് വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, നിയമങ്ങളുടെ നൂലാമാലകൾ ഉണ്ടാകില്ലേ എന്ന്. പക്ഷേ അപ്പോഴൊക്കെ പറയാനുള്ളത് ഒരു കാര്യമാണ്, ഒരു കുഞ്ഞു കാര്യം നമ്മൾ ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ മലവെള്ളം പോലെ ഒരു തുള്ളിയിൽ നിന്ന് ഒരു മഴ പെയ്ത് അതൊരു പെരുമഴ പെയ്ത്തായി മാറുന്നത് പോലെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദിവസം 6 കഴിഞ്ഞിട്ടേ ഉള്ളൂ, 6 ആകുന്നേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മൾ ആ എല്ലാ കോണുകളിൽ നിന്നും, അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വളരെയധികം സ്നേഹത്തോടെ നാട്ടിൻപുറങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു സ്വീകരണം നമുക്കത് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ സ്റ്റാർ ഫിഷിൻ്റെ കഥയാണ് ഞാൻ പറയാം. നിങ്ങൾ കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ഒരു വയസ്സായൊരു മനുഷ്യൻ കടൽ തീരത്ത് കൂടെ നടന്നു വരികയാണ്. അപ്പോൾ അവിടുന്ന് സുന്ദരിയായ ഒരു സ്ത്രീ, യുവതി ഡാൻസ് ചെയ്യുന്നതായിട്ട് കണ്ടു. നിറങ്ങളുള്ള വസ്ത്രം ധരിച്ച് നൃത്തം ചെയ്യുന്ന ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് അദ്ദേഹം നടന്നു ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവൾ നൃത്തം ചെയ്യല്ല. അവൾ കഴിഞ്ഞ തലേ രാത്രിയിലുണ്ടായ കൊടുങ്കാറ്റും അതിനെ തുടർന്നുണ്ടായ വേലിയേറ്റത്തിലും പെട്ട് കടൽ തീരത്തേക്ക് അടിഞ്ഞ അനേകായിരം മത്സ്യങ്ങൾ, അത്
വേലിയേറ്റം ഇറങ്ങിപ്പോയി, കടലിറങ്ങിപ്പോയപ്പോൾ ആ മത്സ്യങ്ങളെല്ലാം കിടന്ന് പിടയ്ക്കുകയാണ്. അവൾ ഓരോന്നിനെയായി ആ കടലിലേക്ക് ഇടുകയാണ്. അപ്പോൾ അദ്ദേഹം തമാശയോടെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിനക്കിത് എന്ത് ചെയ്യാൻ കഴിയും? നീ എന്താണ് ഈ ചെയ്യുന്നത്? ഞാൻ ഈ മത്സ്യങ്ങളെ എടുത്ത് വളരെ പെട്ടെന്ന് ഇടുകയാണ് കടൽ വെള്ളത്തിലേക്ക്, അതുങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോവും. അപ്പോൾ പറഞ്ഞു, എത്ര കിലോമീറ്ററുകളോളം ഉണ്ട് ഈ കടൽ തീരമെന്ന് നിനക്കറിയുമോ? എത്ര ലക്ഷക്കണക്കിന് മത്സ്യങ്ങളാണ് അവിടെ കിടക്കുന്നതെന്ന് നിനക്കറിയുമോ? നിന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ അവൾ അവിടെ പിടഞ്ഞുകൊണ്ടിരുന്ന ഒരു മത്സ്യത്തെ എടുത്ത് ആ കടലിലേക്ക് ഇട്ടു. ആ മത്സ്യം ഊളിയിട്ടങ്ങ് പോയി ഒരു പിടച്ചിലോടുകൂടി. ഇതാണ് എനിക്ക് ചെയ്യാൻ കഴിയുക. ഇറ്റ് മേക്സ് എ ഡിഫറൻസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഫിഷ്. ആ മത്സ്യത്തിൻ്റെ ജീവിതത്തിൽ അതിനൊരു ജീവനാണ്, ജീവിതമാണ് കൊടുത്തത്. അത് തന്നെയാണ് നമുക്കിവിടെ പറയാനുള്ളത്, അല്ലേ? എന്ത് കാര്യവും നമ്മൾ വേണമെന്ന് തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നിങ്ങൾ പുതുതലമുറ തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞാൽ, തൊട്ടടുത്ത ഒരു കൂട്ടുകാരിയോ കൂട്ടുകാരനോ മദ്യമോ മയക്കുമരുന്നോ എന്ത് തന്നെയാകട്ടെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കണ്ടാൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതിനു വേണ്ട നടപടികളെല്ലാം എടുക്കുക. വിദഗ്ധരുടെ ചികിത്സ വേണമെങ്കിൽ, അല്ലെങ്കിൽ നിയമ നടപടികൾ വേണമെങ്കിൽ അതെല്ലാം ചെയ്യുക. അങ്ങനെ നമുക്കൊരു ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റും, അല്ലേ? നമ്മളപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ ഇന്നാണ് ജോയിൻ ചെയ്തത്, വലിയ സന്തോഷമുണ്ട് ഈ സ്വീകരണമൊക്കെ കാണുമ്പോൾ. SKN സാറ് തന്നെ നേരത്തെ അനുജ പറഞ്ഞല്ലോ, സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കോഴ്സിന് വേണ്ടിയാകുന്നു. അപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാതെ മാറ്റിവെക്കുന്നു. അത് വലിയൊരു കാര്യമാണ്. നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കുന്നുണ്ട് എന്ന് കരുതുന്നു. അതിൽ നമുക്ക് സന്തോഷമുണ്ട്. ഈ സ്വീകരണവും സ്നേഹമൊക്കെ അതിന് വളരെ തെളിവാണെന്നും മനസ്സിലാക്കുന്നുണ്ട്. കടമനിട്ടയുടെ നാട്ടിലേക്കാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. കാരണം ഞാൻ കവിതകളെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അദ്ദേഹം റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരു കവിത ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, മനോഹരമായി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. മനോഹരം മഹാവനം ഇരുണ്ടഗാധമെങ്കിലും അനേകമുണ്ടു കാത്തിടേണ്ട മാമക പ്രതിജ്ഞകൾ അനക്കമറ്റു നിദ്രയിൽ ലയിപ്പതിനു മുൻപിലായി എനിക്ക് അതീവ ദൂരമുണ്ട വിശ്രമം നടക്കുവാൻ. അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. വളരെ കുറച്ച് വർഷങ്ങളെ ശലഭ ജീവിതമാണ് നമ്മുടേത്, അല്ലേ? അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. സന്തോഷത്തോടെ മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് സ്നേഹം നിറച്ച് നമ്മളും സ്നേഹിക്കപ്പെട്ട് വർഷിക്കുന്ന ജീവിതങ്ങളാണ് നമ്മൾക്ക് ജീവിക്കേണ്ടത്. അപ്പോൾ ഈ മയക്കുമരുന്നിന് അഡിക്റ്റഡായിട്ട് നമ്മുടെ ജീവിതം നശിപ്പിച്ച് കളയരുത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട സമയമാണ്, ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. അതിന് എല്ലാവരും ഒരുങ്ങണം. നന്ദി, നമസ്കാരം. ഇവിടെ പ്രിയങ്കരനായ MP ക്ക് തിരക്കുണ്ട്, അപ്പോൾ അദ്ദേഹം ഇതിൽ പങ്കെടുത്തതിന് വളരെ നന്ദി. താങ്ക് യു. അങ്ങയുടെ പോലുള്ള പൊതുപ്രവർത്തകരുടെ സാന്നിധ്യം അത്യാവശ്യമാണ്. അങ്ങ് നമ്മൾ 3 ജില്ല കടന്നപ്പോൾ നമുക്ക് മനസ്സിലായത് നമ്മൾ വിചാരിച്ചതിൻ്റെ 300 ഇരട്ടി തീവ്രമാണ്, സീരിയസ് ആണ് ഈ പ്രശ്നം, ഗുരുതരമാണ്. നിങ്ങൾക്ക് വോട്ട് ചോദിക്കുന്ന വീടുകളിൽ തന്നെ വോട്ട് തരാമെന്ന് പറയുന്നതിൻ്റെ പിന്നാലെ ചിലപ്പോൾ കടാരിയും കൊണ്ട് ആൾക്കാർ ഇറങ്ങി വരുന്ന കാലം ഉണ്ടാവുമെന്നുള്ള പേടിയിലാണ് ഞങ്ങൾ. ഓക്കെ, താങ്ക് യു. അപ്പോൾ അങ്ങേക്ക് രാവിലെ അങ്ങ് ചായ കുടിക്കുന്ന ആളാണെന്ന് കരുതുന്നു. അപ്പോൾ അങ്ങേക്ക് ഞങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട 500 കോടി വിലയുള്ള സാധനം ഇതാണ്. ഇവരോട് ഞാൻ പറഞ്ഞു 500 crores വാല്യൂഷനുള്ള സംഭവം നമ്മുടെ കൽപ്പനയിൽ 500 കോടിയാണ്. അപ്പോൾ ഞാൻ MP ക്ക് അത് സമർപ്പിക്കുന്നു. ഈ കവറിൽ അങ്ങ് വീട്ടിൽ കൊണ്ടുപോയി അങ്ങ് വെക്കണം. അത് രാവിലെ അങ്ങ് എന്നെ ഓർക്കുമല്ലോ. നമ്മുടെ ഫാദറിന് ചായപ്പൊടിയും വേണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ചായ ഇട്ട് തരാൻ ഫാദർ പറയില്ലേ? ഓക്കെ, താങ്ക് യു MP. ഓക്കെ. അപ്പോൾ നമ്മൾ പ്രതിജ്ഞയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു ഓഫർ പറഞ്ഞിരുന്നു. അതായത് ഇവിടെ മലയാള പ്രസംഗ മത്സരത്തിൽ താല്പര്യമുള്ള ആളുണ്ടെങ്കിൽ ഒരു സാമ്പിൾ വെടിക്കെട്ടിന് നമ്മൾ തയ്യാറാണ്. അതിലുണ്ടോ? പ്രസംഗിതരുണ്ടോ? ഉണ്ടോ? നമുക്ക് 1 നിമിഷത്തിൻ്റെ ഒരു വെടിക്കെട്ട് നമുക്ക് വേണമെങ്കിൽ നടത്താമായിരുന്നു. ഗിഫ്റ്റ് തരാം. ഈ 500 കോടി വിലയുള്ള ഈ സാധനം ഉണ്ട് എൻ്റെ കയ്യിൽ. അതായത് ഇത്രയേ ഉള്ളൂ. ഞാനൊരു വിഷയം പറയും, ഏതെങ്കിലും ഒരു വിഷയം പറയും. ആ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് വാക്കുകൾ ആവർത്തിക്കാതെ, വ്യാകരണ പിഴവില്ലാതെ, അനാവശ്യമായി ഇടവേള ഇടാതെ, മുക്കാതെ മൂളാതെ മുറുങ്ങാതെ 1 മിനിറ്റും സംസാരിച്ച് നിൽക്കുന്ന ഭാഗ്യവാൻ ഭാഗ്യവതി ആരാണോ അവർക്ക് നമ്മുടെ 500 കോഴ്സിൻ്റെ ഇയാൾക്ക് 500 കോഴ്സ് മാത്രമേ ആലോചനയുള്ളൂ നിങ്ങൾ വിചാരിക്കരുത്. കാര്യം 50 രൂപ വിലയുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മാനിക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ചാണ്. കപ്പിനൊക്കെ വലിയ വിലയാണ്. ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത കർമ്മത്തിലേക്ക് കടക്കും. ഒരു 4 പേര് വേണം, പോരാ, ഒരാൾ പോരാ, 4 പേര് വേണം മത്സരിക്കാൻ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങളിതൊന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മതി. ഞാൻ പിന്നീട് അവസരത്തിൽ വരാം.
ഡോക്ടർ ബെൽസി ഒരു മൈക്കോട് കുണ്ണി. ഡോക്ടർ ബെൽസി ഒരു ഇവിടെ നിൽക്കണം, ഇവിടെ നിൽക്കാം. വരൂ, വരിക വരിക വരിക. അതായത് ഓക്കെ ആണോ? ഇവിടോട്ട് വീഴണ്ട വീഴണ്ട. കമ്മ്യൂണിറ്റി മെഡിസിനിലെ ഡോക്ടറാണല്ലേ? സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ചിലപ്പോൾ മുക്കിന്ന് മോളിന്ന് വരാം. അത് കുഴപ്പമില്ല, നമുക്കൊരു രസമല്ലേ. 500 കോടി അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് റെഡിയാണല്ലോ. അപ്പം നിയമങ്ങൾ ഇത്രയേ ഉള്ളൂ. വാക്കുകൾ ആവർത്തിക്കരുത്, നോ റെപ്പിറ്റീഷൻ, നോ ഗ്രാമാറ്റിക്കൽ എറർ, വ്യാകരണ പിഴവ് പാടില്ല, നോ ഗ്യാപ്പ്, ഇടവേള ഇടരുത്. പിന്നെ ഇങ്ങനെയുള്ള മുക്കലും മൂളലും ഒന്നും ഈ ഊ ഒന്നും കാണരുത്. ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കരുത്, ഇംഗ്ലീഷ് വാക്കുകൾ പറയരുത്. എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് വാക്ക് പറയാം, അതിന് സമാന്തരമായ ഒരു മലയാളം വാക്കുണ്ടെങ്കിൽ ഇംഗ്ലീഷ് വാക്ക് പറയരുത്. ഇപ്പോൾ ബെഞ്ച്, അതിന് നമുക്ക് മലയാളം വാക്ക് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം ലഹരി. മാന്യ നമസ്കാരം. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വിഷയം ലഹരി എന്നുള്ളതാണ്. ഇന്നത്തെ തലമുറ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ലഹരിക്കെതിരെ തലമുറയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളിൽ നിക്ഷിപ്തമായി. തലമുറ 3 തവണ റിപ്പീറ്റ് ചെയ്തു, ഇന്ന് റിപ്പീറ്റ് ചെയ്തു. തലമുറ 3 തവണ, ഇന്ന് 2 തവണ. അപ്പോൾ കപ്പ് 1 തവണ. ഓക്കെ, അപ്പോൾ എന്തായാലും ഡോക്ടർ ബെൽസി, യു ആർ ഗ്രേറ്റ്. അതൊന്നുമില്ല, ഒരു ധൈര്യം കാണിച്ചല്ലോ അല്ലേ? നമ്മൾ സ്റ്റെത്തോസ്കോപ്പ് സ്റ്റെത്തും തൂക്കി നടക്കുമ്പോൾ ഇതുപോലെയുള്ള ചില വിക്രിയകളൊക്കെ മനസ്സിലുണ്ടെന്ന് മനസ്സിലായി. അപ്പം ഞാൻ കുറച്ച് കാലം കഴിഞ്ഞ് വരാം. അപ്പം നമുക്ക് ഒരു നിമിഷത്തിൽ നമുക്കൊരു ട്രെയിനിങ് ഒക്കെ എടുത്ത് നമുക്ക് ലോകം ഞെട്ടിപ്പോകുന്ന ജസ്റ്റ് മിനിറ്റിൻ്റെ ആൾക്കാരായി മാറാം. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു. ഫാദറിൻ്റെ കപ്പ എടുത്തു കൊടുത്തതല്ലേ? ഫാദർ അതാ ഞെട്ടി നിൽക്കുന്നത്. ഫാദറിന് കൊടുത്ത കപ്പ കൊടുത്തത്. കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു. ഫാദർ എന്തായാലും 500 കോടി കളയണ്ട. മാത്രമല്ല, ഫാദറിൻ്റെ പേര് എന്നെ വല്ലാതെ ആകർഷിച്ചു. പയ്യമ്പള്ളിയിൽ എന്ന് പറഞ്ഞാൽ പയ്യമ്പള്ളി ചന്തു എന്നൊക്കെ പറഞ്ഞാൽ വടക്കൻ പാട്ടിൻ്റെ ഇതിഹാസത്തിലുള്ള അതുമായിട്ട് ബന്ധമില്ലല്ലോ. ഇല്ല, എന്നാലും എന്ന് വെച്ചാൽ പയ്യമ്പള്ളി ചന്തുവൊക്കെ ഈ ഉറയുന്ന വാള് ഊരിക്കഴിഞ്ഞാൽ രക്തം കണ്ടേ അടങ്ങുമെന്നാണ്. അപ്പോൾ നമ്മുടെ CEO എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, റെഡി. അപ്പോൾ വേറെ നമുക്ക് തുടങ്ങിയാലോ നമ്മുടെ പ്രതിജ്ഞ. അപ്പം ഞാൻ ഒരു കാര്യം കൂടി, നമ്മുടെ ഈ സ്മിതയൊക്കെ ഈ കവിതയുടെ ഒരു ആശാട്ടിമാരാണ്. അപ്പം ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ പ്രതിജ്ഞയിലേക്ക് കിടക്കുന്നത്. അത് കഴിഞ്ഞ് ഉണ്ണി തന്നാൽ മതി. അതായത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു കവിതയിലെ ഒരു 2 വരി നിങ്ങളെപ്പോഴും ഓർമ്മിച്ച് വയ്ക്കണം. അതായത്, പെറ്റ കുഞ്ഞിൻ ശവം മടിയിൽ വെച്ച് കരയുന്ന പെറ്റമ്മതൻ കണ്ണുനീരാണ് നീ. അല്ലോ ഞാനോ? അതായത് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു നൊന്ത് പ്രസവിച്ചൊരമ്മ ആ കുഞ്ഞിൻ്റെ ശവമെടുത്ത് മടിയിൽ വെച്ച് കരയുമ്പോൾ ആ അമ്മയ്ക്കുണ്ടാകുന്ന വേദന എന്താണെന്ന് ചുള്ളിക്കാട് പറഞ്ഞിട്ടുണ്ട്. ആ വേദനയാണ് ഈ നാട്ടിലെ അമ്മമാരുടെ മനസ്സിലിപ്പം. ആ ആളലും ആശങ്കയും ആ വേദനയുടെ ഒരു പ്രതിഫലനമാണ്. അതുകൊണ്ട് ഈ അമ്മമാരെയും അതുപോലെ അച്ഛന്മാരെയും ഈ ചെറുപ്പക്കാരെയും, കാര്യം അവർക്ക് ഈ ലോകത്ത് എന്തൊരു ചാൻസാണ് ഉള്ളത്. ലോകം മുഴുവൻ ചുരുങ്ങി ഒരു ആഗോള ഗ്രാമമായപ്പോൾ ഇപ്പം നമ്മൾ ശരിക്കും ഈ അമേരിക്കയിലെ പെൻസിൽവാനിയയിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന കേട്ടാൽ ഈ കോന്നിയിൽ നടക്കുന്ന ഒരു കാര്യം പോലെയാണ്. അത്ര അടുത്തുള്ളൊരു സ്ഥലം പോലെ നമുക്ക് ഫീൽ ചെയ്യുകയാണ്. നമ്മൾ നമ്മുടെ ബഹിരാകാശത്ത് പോയ നമ്മുടെ ചേച്ചി ഉണ്ടല്ലോ, ഞാൻ എന്നെക്കുറിച്ചൊരു അപരാധം നടക്കുന്ന നിങ്ങൾ കണ്ടു കാണുമല്ലോ സോഷ്യൽ മീഡിയയിൽ. ഞാൻ ഇൻ്റർവ്യൂ ചെയ്തത് എങ്ങനെ ഇരിക്കും സുനിത വില്യംസിനെ. അപ്പോൾ ഈ സുനിത വില്യംസൊക്കെ അവിടെ പോയി ഏതാണ്ട് ടൂറ് പോയി വരുന്നവരെ തിരിച്ചു വരിക. അങ്ങനെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞ പോലെ സ്വപ്നം കാണാൻ അവസരമുണ്ട്. പക്ഷേ മറ്റുള്ളവരുടെ സ്വപ്നം കെടുത്തിയാകരുത്. അത് നിദ്രാവിഹീനമായ രാവുകൾ ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞത് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ കാണുന്ന നല്ല സ്വപ്നം, നമ്മളെ ഉറക്കാത്തതാണ് സ്വപ്നമെന്ന് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു തലമുറയാണ് കെട്ടുപോകുന്നത്. അത് നമ്മൾ അനുവദിച്ചുകൂടാന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ അയൽവാസിക്കെതിരെ നിങ്ങൾ ജനാലകളും വാതിലും ഒക്കെ തുറന്നിട്ട് വളരെ വിശാല മനസ്കതയോടെ ജീവിതത്തെ കാണാൻ ശ്രമിക്കുക. ഇത്തിരിയും പോകുന്നൊരു ജീവിതം എന്നൊരു ചെറിയ തൂക്കുപാലമാണ്. നമ്മൾ തുടങ്ങുന്നു, ഒരു 10-70 കൊല്ലം ഈ മണ്ണിൽ നമ്മൾ ശേഷിക്കുന്നു. കയ്യിലിരിപ്പം നല്ലതാണെങ്കിൽ കുറച്ചു കാലോടെ ജീവിക്കും. പാണ്ടിമണിയെ പോലെ അയൽവാസിക്ക് നല്ല അമണ്ടൻ പാര വെച്ച് കൊടുക്കുന്ന ജീവിതമാണെങ്കിൽ അകാലത്തിലേക്ക് കെട്ടടങ്ങും. ഒരു 60 ആകുമ്പോൾ തന്നെ ചാക്കാലയാവും. ഒരു കാര്യം പറഞ്ഞോട്ടെ, ലഹരിക്കെതിരെ ഏറ്റവും നന്നായിട്ടൊരു കവിത എഴുതുകയാണെങ്കിൽ 10,000 കോടി ആശംസയും 10,000 രൂപ സമ്മാനവും കൊടുക്കാം. 10,000 കോടി ആശംസയും 10,000 രൂപ സമ്മാനം. 10,000 രൂപ ഫാദർ പറഞ്ഞിട്ടുണ്ട്. അതായത് പുഷ്പഗിരി ഏറ്റവും നന്നായിട്ട് ലഹരിയെക്കുറിച്ചൊരു കവിത എഴുതുകയാണെങ്കിൽ, അല്ല ഫാദറെ ഒരു കോടിയാക്കിയാലോ? അത് 1 കോടി
ആശംസ. 1 കോടി. അല്ല, പുഷ്പഗിരിക്ക് അത് അഫോർഡബിൾ ആണെങ്കിൽ 1 കോടി രൂപ കൊടുക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കവിത എഴുതി തുടങ്ങുമെന്ന് എനിക്കറിയാം. അവർ പഠിക്കത്തില്ല, പിന്നെ പഠിക്കത്തില്ല. അല്ല, ഇന്ന് രാത്രി മുതൽ ഒരു 4 കുപ്പി മഷിയും വാങ്ങിച്ചങ്ങ് കയറിക്കൊള്ളു, എഴുതി തുടങ്ങിക്കൊള്ളു കേട്ടോ. അല്ലേ ഫാദർ? അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പ്രതിജ്ഞയിലേക്ക് പോലെ സീരിയസ് ആയിട്ട് പറഞ്ഞില്ല. 10,000 ഗിഫ്റ്റിന്റെ വാല്യൂ അല്ലല്ലോ പ്രശ്നം. ഞാനതിലേക്ക് കപ്പന് 500 കോടി ഇട്ടത്. അതായത് ആൻ്റോ ഇന്ന് പേടിച്ച് കൈക്കൂലി വാങ്ങിക്കാൻ പാടില്ലല്ലോ എം പിക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗിഫ്റ്റ് 10,000 രൂപയാണെങ്കിൽ പോലും നിങ്ങൾ മഷി പടർത്തി നിങ്ങളുടെ ആത്മാവിൽ നിന്ന് അത് 24-ൽ കൂടി പ്രക്ഷേപണം ചെയ്യുമോ? ആ കവിത 1 തവണയല്ല 3 തവണ 24 വഴി പ്രക്ഷേപണം ചെയ്യും. 1 തവണ പ്രക്ഷേപണം ചെയ്ത് കഴിയുമ്പോൾ ആളുകൾക്ക് അതിൻ്റെ എല്ലാ വാക്കും കിട്ടിക്കാണത്തില്ല. അപ്പോൾ നമ്മൾ പറയും ഇത് പുനഃസംപ്രേഷണം ചെയ്യുമെന്ന് പറയും. അപ്പോൾ 2ാം തവണയും ആളുകൾക്ക് ചില വാക്ക് കിട്ടിക്കാണത്തില്ല. 3ാം തവണ കൂടി പ്രക്ഷേപണം ചെയ്ത്, കൂടാതെ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നമുക്കത് അപ്ലോഡ് ചെയ്യാം. നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ ചില്ലറ കാര്യമല്ല. നിങ്ങൾ അറിയേണ്ടത് 2.5 കോടി ആളുകൾ ഫോളോ ചെയ്യുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി എന്ന് പറഞ്ഞ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഏതാണ്ട് 1,60,00,000 സഹജീവികൾ അവിടെ ഉണ്ട്. എല്ലാം കൂടെ 2.5, അതൊക്കെ 3.5 കോടി മനുഷ്യരെ കേരളത്തിലുള്ളൂ. അത് നിങ്ങൾ മറന്നുപോരും. ബാക്കിയെല്ലാം അതിഥി തൊഴിലാളികളാണ്. സ്കാൻ ഈ ഫോം ഇവരുടെ കയ്യിൽ, നിങ്ങളുടെ കയ്യിൽ ഇതെല്ലാവർക്കും കിട്ടിയല്ലോ അല്ലേ? അപ്പോൾ ഇത് ഫില്ല് ചെയ്തിട്ട് താഴെ ഇതിൻ്റെ ഇത്രയും ഭാഗം മുറിച്ച് ഇതിലിടണം. അത് കൂടാതെ ഇത് നിങ്ങൾ ഫില്ല് ചെയ്ത് തിരിച്ച് തരുകയും വേണം. ഈ സർവേ ഫോം പൂരിപ്പിച്ചിടുന്ന 14 ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 14 ഭാഗ്യശാലികൾക്ക് ബെന്നീസ് റോയൽ ടൂർസ് നൽകുന്ന സിംഗപ്പൂരിലേക്ക് 4 ദിവസത്തെ സൗജന്യ ക്രൂയിസ് യാത്രയുണ്ട്. അപ്പം അതും മടിക്കാതെ കൊണ്ടുവന്നിട്ടോ. അവധിക്കാലത്ത് മാത്രമേ ഉള്ളേ, അവധിക്കാലത്തായിരിക്കണേ പിള്ളേരെല്ലാം. അവധിക്കാലത്തായിരിക്കണം. കട്ട് ചെയ്ത് നല്ല യാത്രയായിരിക്കും കേട്ടോ. അത് കാര്യം സിംഗപ്പൂരിലെ മാത്രമല്ല 1,00,000 രൂപ ഈ യാത്രയ്ക്ക് ചിലവാകും എന്നാണ് ബെന്നി ടൂർസ് ആൻഡ് ട്രാവൽസ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, നമ്മൾ കൊച്ചിയിൽ ഈ യാത്ര എത്തുമ്പോൾ 300 അമ്മമാരെ അറബിക്കടൽ കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. ഇനി അമ്മമാർക്ക് കടൽ കാണിക്കാതെ കൊച്ചി ജീവിച്ചു എന്ന് വേണ്ടെന്ന് വിചാരിച്ച് അറബിക്കടൽ കാണാൻ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ 40 ഗവൺമെൻറ് സ്കൂളുകളിൽ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ പിൻബലത്തിൽ നമ്മൾ കമ്പ്യൂട്ടർ ലാബ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം തന്നെ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന് കേരളത്തിൽ വീടില്ലാത്ത 100 പേർക്ക് നമ്മൾ വീട് വെച്ച് കൊടുക്കുകയാണ്. ഏതാണ്ട് ഇനിയും നമ്മൾ അവരുമായിട്ട് ചേർന്ന് വീട് വെച്ച് കൊടുക്കും. മാത്രമല്ല, നമ്മുടെ യാത്രാമധ്യേ ക്ലേശഭരിതരായ ആളുകളെ കാണുമ്പോൾ നമ്മൾ ഈ റോബിൻഹുഡിൻ്റെ മോഡൽ ഉള്ളവൻ്റെ ഇത് വാങ്ങിച്ചില്ലാത്തവന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ആളുകളെ സഹായിക്കാൻ നമുക്ക് പിൻബലം നൽകുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയ നമ്മുടെ നല്ല മലയാളി സുഹൃത്തുക്കളാണ്. അവരൊക്കെ ചെല്ല് പറയുന്നുണ്ട്. കാര്യം ജീവിതത്തിൽ അവർ അമേരിക്കയിലും അതേപോലുള്ള വലിയ മഹാനഗരങ്ങളിലും ജീവിക്കുമ്പോൾ, ഈ മഹാപട്ടണത്തിലൊക്കെ ജീവിക്കുമ്പോൾ സ്വന്തം നാടിന്, അവരുടെ വേര് ഉള്ള ഈ മണ്ണിന് വേണ്ടി അവരെന്ത് ചെയ്തു എന്ന് എപ്പോഴും അവർ ആലോചിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ നാടിന് വിലയില്ലാതാവുന്നത്. നമ്മൾ കേരളം വിട്ടുപോയാൽ നമ്മുടെ നാട്ടിലൊരു ഇല അനങ്ങിയാൽ നമുക്ക് ടെൻഷനാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ നാടിനെ സംരക്ഷിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ ആത്മാർത്ഥതയോടെ നമ്മുടെ പ്രതിജ്ഞയിലേക്ക് കടക്കുകയാണ്. ഇത് നമ്മുടെ ഡ്രോണാണ്, നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ ഈ ഡ്രോൺ പകർത്തുന്ന ഒരാളിവിടെയുണ്ട്, ഡ്രോൺ ആചാര്യ. അദ്ദേഹത്തിൻ്റെ പേരെങ്ങനെയാണ്? അപ്പോൾ അരുൺ എഴുപന്നെയാണ് ഈ ഡ്രോൺ ആചാര്യ. അദ്ദേഹം കഴിഞ്ഞ 12 കൊല്ലമായി ഈ ഡ്രോൺ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഡ്രോൺ കണ്ടുപിടിച്ച പുള്ളിയല്ല, പക്ഷെ കണ്ടുപിടിച്ച ആളിൻ്റെ കൂടെ പുള്ളി ഉണ്ടായിരുന്നു. അല്ലേ? പുള്ളി ഇപ്പോൾ ഒളിച്ചിരിക്കുക. പുള്ളിക്കാരനെ ഇപ്പം ഞങ്ങളുടെ യാത്രയിലുടനീളം ഈ ഡ്രോണാചാര്യ നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ പുറത്ത് കാണിക്കത്തില്ല. നാസ എങ്ങാനും കണ്ട് അടിച്ചുകൊണ്ട് പോകും, നമുക്ക് പേടിയാണ്. കാര്യം ബഹിരാകാശ നിലയത്തിൽ ഒരു ഡ്രോണാചാര്യ ആവശ്യമുണ്ടെന്ന് അവരുടെ റിപ്പോർട്ട് വന്നായിരുന്നു റോയിട്ടറിൽ. അപ്പോൾ അതുകൊണ്ട് ഈ ഡ്രോണാചാര്യ ഹൗ ആർ യു? ഓക്കെ. ആ തൊപ്പി വെച്ച മനുഷ്യനാണ് ആ ഡ്രോണാചാര്യ. ഒന്ന് കൈപൊക്കിയരെ. നിങ്ങൾക്ക് വേണേൽ അടിച്ചു മാറ്റാം, നല്ല പീസാ കേട്ടോ. ഓക്കെ, റെഡി. അപ്പം നമ്മൾ പ്രതിജ്ഞയിൽ ഇനിയിപ്പോൾ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, നമ്മൾ വളരെ ഗൗരവത്തോടെ നിങ്ങളിതിനെ കാണണം. നിങ്ങൾ മെഡിക്കൽ വിദ്യാർത്ഥികളും ഡോക്ടേഴ്സുമാണ്. നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്കാണ് ഇതിനകത്ത് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന്. ഹ്യൂമൻ ഫിസിയോളജിയെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന നിങ്ങളോട് ഞാൻ ഇതിൻ്റെ പ്രാധാന്യമൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. എനിക്കത് അറിയത്തുമില്ല. ഞാൻ പറഞ്ഞാൽ ലോകം അടയത്തരമായി പോകും. അതുകൊണ്ടാണ് ഞാൻ ധൈര്യപ്പെടാത്തത് കേട്ടോ ഫാദറെ. ഓക്കെ, റെഡി. അപ്പം നമുക്ക് നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ വലത് കൈ നെഞ്ചിലമർത്തി ഹൃദയത്തോട് ചേർന്ന് ഈ സത്യപ്രതിജ്ഞ. മാഡം കൂടെ ഒന്ന് എഴുന്നേറ്റേ കൊള്ളാം. എൻ്റെ ഭാര്യയാണ്, പറഞ്ഞ പോലെ ചെയ്യും. അതാ വേണ്ട. ഓക്കെ, റെഡി. പരസ്യമായിട്ടാണ് അനുസരിച്ച് കേട്ടോ. അല്ല, എന്നെ ആരും അടിച്ചു മാറ്റാതിരിക്കാൻ ഞാൻ ഭാര്യ കൂടെ കൊണ്ടു നടക്കുന്നത്. അത് പറഞ്ഞ മനസ്സിലായില്ലേ? ഓക്കെ, റെഡി. ഓക്കെ, ബി സീരിയസ്. പ്രതിജ്ഞ. എൻ്റെ കേരളം
എൻ്റെ കേരളം എനിക്കെന്നും എനിക്കെന്നും അഭിമാനം. അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും സ്വാധീനിക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം കേരളത്തിലും ഞാൻ അറിയുന്നു. ഹോസ്റ്റൽ മുറികൾ ലഹരി സംഭരണ കേന്ദ്രമാകുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി മരുന്ന് പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഇതിനാൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് തടയുമെന്ന് ഇതിനാൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. താങ്ക് യു. അപ്പോൾ താങ്ക് യു. നിങ്ങളുടെ ഈ റിസപ്ഷന് വളരെ സന്തോഷം. കാര്യങ്ങൾ നിങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനും നന്ദി. പുഴ ജോർജ് വലിയപറമ്പലച്ചന് ഒരു വാക്ക് നന്ദി അറിയിക്കുന്നു SKNനോടും ടീമിനോടും. പ്രിയമുള്ളവരെ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ എൻ്റെ നന്ദി അവസാനിപ്പിക്കാം. ആദ്യമേ തന്നെ SKN സാറിന് 40 വർഷത്തെ കേരളത്തെ സേവിച്ചതിന്, കേരളത്തെ ലോകം മുഴുവൻ അറിയിച്ചതിന്, കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി കൂടെ നിന്നതിന് ഒരുപാട് ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ലഹരിക്കെതിരെ പോരാടിക്കൊണ്ട് തൻ്റെ 40ാമത്തെ വർഷം ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ 40 വർഷത്തെ വലിയ സേവനത്തെ ആഘോഷിക്കുന്ന, അതിനുവേണ്ടി പ്രത്യേകിച്ച് ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ നമ്മളുടെ ഈ പ്രചരണം അല്ലെങ്കിൽ ഈ ലഹരിക്കെതിരെയുള്ള യുദ്ധം പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് അവസാനിക്കുകയാണ്. നാളെ കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാസർഗോഡ് വരെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മൂന്നാമതായി, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെയും പുഷ്പഗിരി കേരളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായിട്ട് ഞങ്ങൾ കുട്ടികളുടെ നേതൃത്വത്തിൽ തന്നെ മുന്നോട്ട് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പുഷ്പഗിരിയിലേക്ക് കടന്നു വരികയും ഞങ്ങളെ ബോധവാന്മാർക്കുകയും ചെയ്ത പ്രിയപ്പെട്ട SKN സാറിനോടും ടീമിനോടുമുള്ള നന്ദി പുഷ്പഗിരി മെഡിക്കൽ സൊസൈറ്റിയുടെ പേരിൽ ഏറ്റവും സ്നേഹത്തോട് നേരുന്നു. കടന്നു വന്ന എല്ലാ വിദ്യാർത്ഥികളോടും, ഡോക്ടേഴ്സ്, സ്റ്റുഡൻസ്, ഫാക്കൽറ്റി മെമ്പേഴ്സ്, സ്റ്റാഫ് മെമ്പേഴ്സ് എല്ലാവരോടുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി. ഇനി ഒരു കലാപരിപാടി നടക്കാൻ പോവാണ്. നിങ്ങൾ സൂക്ഷിച്ചിരിക്കണം. അതായത് ഇവിടെ ഒരു 6 കമലഹാസന്മാരുണ്ട്. അവർക്ക് നമ്മളൊരു ടീഷർട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. ഇനിയിപ്പോൾ കമലഹാസൻ ആരാണെന്നുള്ളതാണ് പ്രശ്നം. ദേ ഇരിക്കുന്നൊരു കമലഹാസൻ. നിങ്ങൾ തന്നെ ഒന്ന് കൈയടിച്ചു കൊടുത്തേ കമലഹാസന്. അപ്പോൾ അപ്പോൾ ആ നിരയിലൊരു നല്ല ചിരിയുള്ള കമലഹാസൻ ഇരിക്കുന്നു. മറ്റേ പഴയ പാട്ടൊക്കെ പാടി. താങ്കൾ തന്നെ വരൂ. അമലൂർ ഡോക്ടർ മേജോ. ഇത് അവിടെ ഇടാൻ പറ്റും. ശ്രീദേവി ആരുണ്ട്? ശ്രീദേവി ഈ കൂട്ടത്തിൽ ശ്രീദേവി ആരെങ്കിലും ഉണ്ടോ? ആ കുട്ടി ഒരു ശ്രീദേവിയാ. വരൂ. ഇയാൾ തന്നെ. നമ്മുടെ ആ മോളൊരു ശ്രീദേവിയാ. രക്തക്കെ വെച്ചാൽ സുന്ദരി കുട്ടിയായിട്ടിരിക്കും അല്ലേ? അതെ. ഇനി ഏറ്റവും ബാക്കിൽ ഒരുപാട് ചിരിച്ച ആ പയ്യൻ, ഇയാളെ തിരിഞ്ഞു നോക്കുന്നത് ആ മനുഷ്യൻ കൊണ്ടൊന്ന്. ആണ്. ഓക്കെ. ഇനി ഏറ്റവും ബാക്കിൽ അവിടെ ഒരു സഹോദരി ഇരിപ്പുണ്ട്. ഇയാളെ എണീറ്റു. ആരാന്ന് മനസ്സിലായി? ഇയാളെ തന്നെ. ഓ, ഇനി ഞാൻ തന്നെ അങ്ങോട്ട് അല്ല, ഞാൻ കൊടുക്കാൻ തെറ്റിപ്പോയല്ലോ. അപ്പോൾ ഫാദർ
വളരെ സമയം ഇതിനായിട്ട് ചെലവഴിച്ചു. ഫാദർ ചെലവഴിച്ച സമയം വിലപ്പെട്ടതാണ്. ടൈം ഈസ് വെരി പ്രഷ്യസ്. അപ്പോൾ ഈ പ്രഷ്യസ് ടൈം കൊണ്ട് കേരളത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാവും? ഉറപ്പായിട്ടും ഗുണമുണ്ടാകും. ഞങ്ങൾ ഗുണമുണ്ടാക്കും. അപ്പോൾ ഇനി ഞങ്ങൾ ഇറങ്ങാം, അല്ലെ നിങ്ങൾ ഇറക്കി വിടുമെന്ന് മനസ്സിലായി. ഞങ്ങൾ ഇറങ്ങാം. ഓക്കെ, താങ്ക് യു.